നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നിങ്ങളിപ്പോൾ കണ്ട ആ വീഡിയോ ദൃശ്യം 1986 ന്യൂ ഇയർ ജനുവരി 1-ാം തീയതി അല്ലെങ്കിൽ ഡിസംബർ 31-ാം തീയതി രാത്രി തിരുവനന്തപുരത്തെ പങ്കജ് ഹോട്ടലിൽ നമ്മുടെ മേനക സുരേഷ് എന്ന് വിളിക്കുന്ന ജി സുരേഷ് കുമാറിൻ്റെ അളിയൻ, ഇപ്പോഴത്തെ നിർമ്മാതാവായ സന്ദീപ് സേനൻ്റെ അച്ഛൻ പങ്കജ് സേനനും സഹോദരന്മാരും കൂടെ നടത്തുന്ന പങ്കജ് ഹോട്ടലിൽ നടന്ന ന്യൂ ഇയർ പാർട്ടിയാണ് നിങ്ങൾ കണ്ടത്. VHS ഷൂട്ട് ചെയ്തുകൊണ്ടാണ് അതിലിങ്ങനെ ഒഴിയൊക്കെ പോകണം. പണ്ട് ദൂരദർശനിൽ നമ്മൾ പ്രോഗ്രാം കാണുന്ന പോലെ. ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു, തിരുവനന്തപുരത്തെ മലയാള സിനിമയുടെ എത്ര പ്രശസ്തരായ പ്രഗത്ഭരായ മനുഷ്യസ്നേഹികളായ ആൾക്കാരാണ് ഈ ലോകം വിട്ടുപോയതെന്ന്. പ്രത്യേകിച്ച് MG രാധാകൃഷ്ണൻ സംഗീത സംവിധായകൻ, P പത്മരാജൻ, നെടുമുടി വേണു നാഗവള്ളി, നിർമ്മാതാവ് ഹരിപ്പോത്തൻ, 7 ആർട്സ് വിജയകുമാറിനോടൊപ്പം തുടക്കകാലത്ത് പാർട്ണറായിട്ടുണ്ടായിരുന്ന പന്തളം ഗോപിനാഥ്, ഇടപ്പഴിഞ്ഞ് വേലപ്പൻ, മഴ പെയ്യുന്ന മദ്ദളം കുട്ടു നോക്കിയെടുത്ത നിർമ്മാതാവ്, പിന്നെ ഇന്നലെ ഈ ലോകം വിട്ടുപോയ ഗാന്ധിമതി ബാലൻ, ആടിയും പാടിയും എന്താ പറയുക സംഗീത കച്ചേരി നടത്തിയും മദ്യപാന സദസ്സുമൊക്കെ ആയിട്ട് ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ 1989 വരവേൽക്കാനായിട്ട് സിനിമാ സൗഹൃദ കൂട്ടായ്മ, തിരുവനന്തപുരത്തുള്ള സൗഹൃദം, അന്ന് ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റി ഒന്നുമില്ല, അവരെല്ലാം കൂടി പങ്കജ് ഹോട്ടലിൽ ഒന്നിച്ച് ചേർന്നതാണ് ആ കണ്ട വീഡിയോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്, എൻ്റെ ഫോണിൽ ആരുടെയെങ്കിലും ഫോൺ നമ്പർ തപ്പുമ്പോൾ മൺമറഞ്ഞു പോയ ഒരു 10-200 പേരുടെ ഫോൺ നമ്പർ എൻ്റെ ഫോണിലുണ്ട്. എന്തുകൊണ്ടത് മായ്ക്കുന്നില്ല എന്നിട്ട് എനിക്ക് മായ്ക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എൻ്റെ ഗുരുനാഥനായ ജേസു സാറിൻ്റെതായാലും ശരി, തിലകൻ ചേട്ടൻ്റെ ആയാലും ശരി, ശിവജി ചേട്ടൻ്റെ ആയാലും ശരി, ഒരു 10-200 MG സോമൻ്റെ, അങ്ങനെ ഒരു 10-200 പേരുടെ ഫോൺ നമ്പർ ഇപ്പോഴും സൂക്ഷിച്ച് കൊണ്ടു കിടക്കുന്ന ആളാണ് ഞാൻ. എന്തോ കൽപ്പനയുടെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൽപ്പന എന്ന് എഴുതി കാണിച്ച് ഫോൺ വരുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടും. വിളിക്കുന്ന കലച്ചേച്ചിയാണ്, കലാരഞ്ജിനിയാണ് വിളിക്കുന്നത്.
കൽപ്പനയുടെ ഫോൺ ഇപ്പോൾ കലർ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഒരു നമ്പരും ഞാൻ മായ്ച്ചിട്ടില്ല. എന്തോ എനിക്കത് മായ്ക്കാൻ കഴിയില്ല. ഇന്നലെ എന്താ പറയുക, മലയാള സിനിമയിൽ സിനിമ കണ്ട് കോടികൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കാത്ത, നല്ല സിനിമയുടെ പക്ഷത്ത് നിൽക്കണം, അതിന് എത്ര ടെൻഷൻ അനുഭവിക്കേണ്ടി വന്നാലും എത്ര നഷ്ടം വന്നാലും നല്ല സിനിമകളുടെ കൂടെ നിൽക്കണം, നല്ല സിനിമാക്കാരെ കൂടെ നടക്കണം, അവരോടൊപ്പം സഹകരിക്കണമെന്ന് വിശ്വസിച്ച ചുരുക്കം നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു എന്താ പറയുക ഗാന്ധിപതി ബാലൻ. ബാലേട്ടനെടുത്ത ശശികുമാർ സാർ സംവിധാനം ചെയ്ത 10-ാം ഉദയം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഭയങ്കര കളക്ഷൻ ഉണ്ടാക്കിയ സിനിമയാണ് മോഹൻലാലിൻ്റെ. ആ സിനിമ എടുക്കുന്ന സമയത്ത് മോഹൻലാൽ പറഞ്ഞു, ആ പടം ഭയങ്കരമായിട്ട് ഓടിയപ്പം പറഞ്ഞു, നിങ്ങൾക്ക് 10 പൈസ കിട്ടണമെങ്കിൽ ഞങ്ങളെയൊക്കെ വെച്ച് ഇത്തരത്തിലുള്ള സിനിമകൾ എടുക്കുക. എന്നിട്ടും ബാലേട്ടൻ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ്. എനിക്ക് ഗാന്ധിപതി ബാലനോടുള്ള ബഹുമാനവും സ്നേഹവും ആദരവും എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പൊരു സ്റ്റോറി പറഞ്ഞിരുന്നു. സിനിമാ പത്രപ്രവർത്തകനായി വർക്ക് ചെയ്യുന്നതിന് എനിക്ക് വളരെ തുച്ഛമായ ശമ്പളമാണ് ഫിലിം നൈറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു ലക്കത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു 4 പരസ്യം കിട്ടിയാൽ എനിക്ക് 2000 രൂപ അക്കാലത്ത് കിട്ടുമായിരുന്നു. 30-35 വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത്. 5000 രൂപയുടെ ബാക്ക് പേജ് പിടിച്ചാൽ എനിക്ക് 500 രൂപ കമ്മീഷൻ കിട്ടും, 10%. ഗാന്ധിമതിയുടെ ഓഫീസിലേക്ക് വേണുനാഗവള്ളി താമസിച്ചിരുന്ന നല്ല മനോഹരമായ പുൽക്കൂട് പോലെയുള്ളൊരു നല്ല വീടിൻ്റെ ആ മുടുക്കിനകത്തേക്ക് തേക്കാട് ഗാന്ധിമതിയുടെ ഓഫീസിലേക്ക് പോയ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. എപ്പോൾ ചെന്നാലും ഇതുവരെയും ഒരു തവണയും ആ പത്രപ്രവർത്തനായിരുന്ന ഒരു തവണയും എന്നോട് ബാലേട്ടൻ ദിനേശ് ഇത്തവണ എനിക്ക് പരസ്യം തരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടേയില്ല. അത് 3-ാം പക്കമായാലും സ്വാഗതമായാലും തൂവാനത്തുമ്പികളായാലും സുഗമോദേവി ആയാലും എല്ലാത്തിൻ്റെയും പരസ്യം തന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട് ബാലേട്ടൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം സിനിമയൊക്കെ വിട്ടുപോയപ്പോഴും എവിടെ വെച്ച് കണ്ടാലും സുഖമാണോ എന്ന് ചോദിച്ച് ഒരുപാട് നേരം സംസാരിക്കാറുണ്ട്. പാവം, ക്യാൻസറിൻ്റെ പിടിയിൽപ്പെട്ട് കുറച്ചു കാലമെങ്കിലും അദ്ദേഹം വേദന അനുഭവിച്ചിട്ട് ഇന്നലെ വിട പറഞ്ഞു. രോഗിയാണെന്ന് അറിഞ്ഞിട്ട് പോലും പുള്ളി അധികം പേരോടും എനിക്കിങ്ങനെ അസുഖമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലെ BJT ഹാളിൽ ചലനമറ്റ് കിടക്കുന്ന ബാലേട്ടനെ കാണാനായിട്ട് അവസാനമായി കാണാനായി ചെല്ലുമ്പോൾ മലയാള സിനിമയുടെ ഒരു പരിച്ഛേദമെന്ന് തന്നെ പറയാം. മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ പോലുള്ളവരില്ല എന്നുള്ള ഒഴിച്ചാൽ മലയാള സിനിമയുടെ ഏറെക്കുറെ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട എല്ലാ പേരും BJT ഹാളിലുണ്ടായിരുന്നു അദ്ദേഹത്തെ യാത്ര അയക്കാൻ. അവസാനം വരെ ഞാനും നിന്നു. പത്തനംതിട്ട ഇലന്തൂർ കാപ്പിൽ കുടുംബാംഗമായിരുന്നു. KPB നായർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. KP ബാലൻ നായരെന്നോ ബാലചന്ദ്രൻ നായരെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അദ്ദേഹമാണ് ഗാന്ധിപതി ബാലനായി മാറിയത്. ഇപ്പോൾ ഇലന്തൂർ എന്നൊക്കെ പറയുമ്പോൾ മോഹൻലാലിൻ്റെ കുടുംബവും ഇലന്തൂരാണല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്ന ശേഷമാണ് മോഹൻലാലുമായിട്ട് ഗാന്ധിപതി ബാലൻ അടുത്തതെന്ന് തോന്നുന്നു. അല്ല, ബന്ധുത്വം വെച്ച് അടുത്തിട്ടില്ല. നല്ല കഥകൾ വായിച്ച് കണ്ടെത്തുക, തിരക്കഥാകാരന്മാരെ കൊണ്ട് കൃത്യമായിട്ട് തിരക്കഥ എഴുതി വാങ്ങിക്കുക, നടീനടന്മാരെ തിരഞ്ഞെടുക്കൽ മാത്രമല്ല, ചിത്രീകരണം നടക്കുന്നിടത്തും സ്റ്റുഡിയോയിൽ ലാബ് വർക്ക് നടക്കുന്നിടത്തുമൊക്കെ ആദ്യ അവസാനം നിൽക്കേണ്ടവനാണ് നിർമ്മാതാവ് എന്ന് ബോധ്യപ്പെടുത്തിയ ആളായിരുന്നു ഗാന്ധിപതി ബാലൻ. അല്ലാതെ ഒരു പെട്ടി നിറച്ച് കാശും കൊണ്ട് വന്നിട്ട് അവിടെ എന്തെങ്കിലും നടന്നോട്ടെ എന്ന് പറഞ്ഞ് ഹോട്ടലിൽ കിടന്ന് സൂയിക്കലായിരുന്നില്ല ബാലേട്ടൻ്റെ ശീലം. ഗാന്ധിമതി എന്ന് പറഞ്ഞാൽ അതായിരുന്നു സർഗാത്മകമായ നിർമ്മാണ ശൈലി എന്നതിനെ പറയാം. നിർമ്മാതാവ് കാശിറക്കുന്ന ചാക്കായി മാറിയതോടെ, നിർമ്മാതാവിനൊരു വിലയുമില്ല എന്ന് മനസ്സിലായതോടെ സിനിമാ നിർമ്മാണം നിർത്തിപ്പോയ ആളുമാണ് ബാലേട്ടൻ. അങ്ങനെ കുറച്ച് പേര് പോയിട്ടുണ്ടല്ലോ. അതായത് താരങ്ങളുടെയും ജാടക്കാരുടെയൊക്കെ ഈ എന്താ പറയുക, ബാലേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചാക്കായി മാറാൻ തയ്യാറല്ല എന്നുണ്ട്, പണച്ചാക്കായി മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് മാറിയ കുറച്ച് നിർമ്മാതാക്കളുണ്ട് അന്തസ്സുള്ള. അതിലൊരാളായിരുന്നു ഗാന്ധിപതി ബാലൻ. 3-ാം പക്കം ചെയ്യുന്ന സമയം, അന്നത്തെ കാലത്ത് 3-ാം പക്കം ഇളയരാജയാണല്ലോ സംഗീതം. അന്നത്തെ കാലത്ത് ഒരു സിനിമയ്ക്ക് സംഗീതം കൊടുക്കണമെങ്കിൽ ഇളയരാജ 15 ലക്ഷം രൂപ വാങ്ങുമായിരുന്നു പ്രതിഫലം. 15 ലക്ഷം അക്കാലത്ത് മലയാള സിനിമയ്ക്ക് താങ്ങുമല്ലോ. പക്ഷേ എന്തുകൊണ്ടോ ഈ ഇളയരാജയോട് എത്ര രൂപയാണ് പ്രതിഫലം എന്ന് ചോദിക്കാതെയാണ് വർക്ക് ചെയ്തത്. പത്മരാജനെ പോലൊരു സംവിധായകൻ്റെ സിനിമ ആയതുകൊണ്ട് ഇളയരാജ വർക്ക് ചെയ്യുകയും ചെയ്തു. ഗാന്ധിപതി ബാലൻ പ്രതിഫലം കൊടുക്കാനായിട്ട് ചെന്നു. അദ്ദേഹം എത്ര രൂപയാണ് പ്രതിഫലം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 15 കേട്ടാലോ എന്ന് വിചാരിച്ചിട്ട് കയ്യിലിരുന്ന പൊതി ഇളയരാജയ്ക്ക് നീട്ടി. അദ്ദേഹം വാങ്ങി നോക്കിയപ്പോൾ അതിൽ 3 ലക്ഷം രൂപയുണ്ട്. ഒരു മടിയുമില്ലാതെ ഇളയരാജ അതിൽ നിന്ന് 1 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു. നല്ല സിനിമയ്ക്ക് സംഗീതം നൽകാൻ ക്ഷണിക്കുന്നതിൽ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് 1 ലക്ഷം രൂപ ബാലേട്ടന് തിരിച്ചു കൊടുത്തത്.
പത്മരാജനുമായിട്ടുള്ള ബന്ധം ഗാന്ധിമതി ബാലൻ്റെ എന്ന് പറഞ്ഞാൽ അവസാനമായി മരിക്കുന്നത് വരെ റൂമിൽ രണ്ടുപേരും രാത്രി ഉറങ്ങാൻ കിടന്ന് രാവിലെ എണീക്കുമ്പോഴാണ് പത്മരാജൻ പപ്പേട്ടൻ പോയി എന്നുള്ള വിവരം ഗാന്ധിമതി ബാലൻ അറിയുന്നത്. ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ പിന്നെ അതിനുശേഷം ഗാന്ധിമതി ബാലന് ഉറങ്ങാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, രാത്രി ഒരുപാട് വൈകി കണ്ണൂരിൽ നിന്ന് കോഴിക്കോടെത്തി ഹോട്ടൽ മുറി എടുത്ത് ഗാന്ധിമതി ബാലനും പത്മരാജനും നിതീഷ് ഭരദ്വാജ്, നമ്മുടെ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണനായിട്ട് പിന്നെ നിതീഷും ഗുഡ് നൈറ്റ് മോഹനും ചേർന്ന് മദ്യപിച്ചു. അത് കഴിഞ്ഞ് ഗുഡ് നൈറ്റ് മോഹനും നിതീഷും അവരുടെ റൂമിലും കിടന്നു. ഇപ്പുറത്തെ റൂമിൽ ഗാന്ധിമതി ബാലനും പത്മരാജനും കിടന്നു. നേരം വെളുത്ത് കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഗാന്ധിമതി ബാലൻ പോയി പപ്പേട്ട എണീക്കുന്നു വിളിക്കുമ്പോഴാണ് അറിയുന്നത് മരിച്ചുപോയി. എന്നാലോചിക്കേ, അവിടെ ഒരു അലറി എന്ന് പറയുന്നു ഗാന്ധിമതി ബാലൻ. ആരായാലും അലറിപ്പോൾ ഞാനാണെങ്കിൽ ബോധം കെട്ട് വീണേനെ. അപ്പോൾ അത്രയും ഹൃദയബന്ധമുണ്ട് പത്മരാജനുമായിട്ട്. അപ്പോൾ പത്മരാജൻ സാറിൻ്റെ ഭാര്യ രാധാലക്ഷ്മി ചേച്ചിയുമായിട്ട് നല്ല ബന്ധമാണ് ഗാന്ധിമതി ബാലന്. അവർക്ക് ഈ അടുത്ത കാലത്ത് 75 വയസ്സ് തികഞ്ഞു. സുഹൃത്തുക്കളെയും വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രം 75ാം ജന്മദിനത്തിന് ക്ഷണിച്ചുകൊണ്ട് ഒരു ചെറിയ ആഘോഷം നടത്താൻ മകൻ അനന്തപത്മനാഭൻ തീരുമാനിച്ചു. ചെറിയൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് പപ്പൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി ഗാന്ധിമതി ബാലനെയും വിളിച്ചു. അപ്പോൾ ഗാന്ധിമതി ബാലൻ ചോദിച്ചു, എവിടെ നടത്തുന്നു എന്ന് ചോദിച്ചു. അത് ഇന്നടത്താണെങ്കിലേ എന്ന് പറഞ്ഞു കാണും. അപ്പോൾ അത് അവിടെ പോരല്ലോ, നമുക്കൊരു ഇത്തിരി കൂടെ വൃത്തിയുള്ളൊരു ഓഡിറ്റോറിയം എടുക്കണം. ഇങ്ങനൊരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ പോയി ബുക്ക് ചെയ്യുന്നു. ഏതോ ഹോട്ടലിൽ ബുക്ക് ചെയ്യാൻ ഏർപ്പാടാക്കി. അവിടെ ബുക്ക് ചെയ്യാനായിട്ട് അനന്തപത്മനാഭൻ ചെന്നപ്പോൾ ആ ഹാളും ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കാശും അടച്ചിട്ടുണ്ട് ഗാന്ധിമതി ബാലൻ. അതിന് എന്താ പറയുക, ബാലേട്ടൻ പറഞ്ഞ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത ഇങ്ങനെ കാശടച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി പപ്പൻ വിളിച്ചു, പത്മരാജൻ സാറിൻ്റെ മകൻ വിളിച്ചു. അപ്പോൾ ഗാന്ധിമതി ബാലൻ പറഞ്ഞത്, എൻ്റെ പത്മരാജൻ്റെ ഭാര്യയുടെ പിറന്നാളാണ്, അത് നടത്താൻ എനിക്ക് അവകാശമുണ്ട് എന്നാണ് പറഞ്ഞത്. സിനിമയിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ വളരെ കുറവാണെന്നേ. പത്മരാജനെ മറക്കാൻ ഗാന്ധിമതി ബാലനാവില്ല. ബാലനോളം ആ അനുഭവം മറ്റവർക്കും ഉണ്ടാകിയില്ല. ഞാൻ ഗന്ധർവൻ ഗാന്ധിമതി ബാലന് നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന സിനിമയായിരുന്നു. പക്ഷേ മണ്ണിൽ മുഹമ്മദിനായി ഞാൻ ഗന്ധർവൻ ചെയ്യാമെന്ന് പത്മരാജൻ ഏറ്റുപോയി. പത്മരാജൻ ഗുഡ് നൈറ്റ് മോഹനെ പരിചയപ്പെട്ട കാലം, ആ കാലം മുതൽ എവിടെ വെച്ച് കണ്ടാലും പത്മരാജൻ ഗുഡ് നൈറ്റ് മോഹനെ വിളിക്കുന്നത് സ്വാമി എന്നായിരുന്നു. ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത്, ഞാനൊരു പട്ടരായതുകൊണ്ടായിരിക്കും എന്നെ പപ്പേട്ടൻ സ്വാമി എന്ന് വിളിക്കുന്നതെന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത്. ഒരു സിനിമ ഗുഡ് നൈറ്റിനായിട്ട് ചെയ്തു തരണമെന്ന് എവിടെയൊക്കെ വെച്ച് കാണുമ്പോഴും പത്മരാജനോട് ഗുഡ് നൈറ്റ് മോഹൻ പറയുമായിരുന്നു. മോഹൻലാൽ വിളിക്കുന്നത് കേട്ടാണ് ഗുഡ് നൈറ്റ് മോഹനും പത്മരാജനെ പപ്പേട്ട എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഞാൻ ഇന്നലെ ഗുഡ് നൈറ്റ് മോഹൻ സാറിനെ വിളിച്ചിരുന്നു ബോംബെക്ക്. അവിടെയൊക്കെയാണ് നമ്മൾ ഈ വലിയ വലിയ ആളുകളുടെ മര്യാദ എന്ന് പറയുന്നത്. ഒരു 3ാമത്തെ റിങ്ങിൽ അദ്ദേഹം ഫോൺ എടുത്തു. എന്തൊക്കെയുണ്ട് ദിനേശ് വിശേഷം എന്നായിരുന്നു ഇങ്ങോട്ട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഗാന്ധിമതി ബാലൻ താങ്കളുടെ കൂടെ സഹകരിച്ച ആളാണല്ലോ, അദ്ദേഹം പോയി, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. തീർച്ചയായും സ്വാമിക്ക് വേണ്ടി ഒരു സിനിമ ഞാൻ ചെയ്യും എന്ന് പത്മരാജൻ വാക്കുകൊടുക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു നാൾ പത്മരാജൻ ഗുഡ് നൈറ്റ് മോഹനെ വിളിച്ചു. സ്വാമി, ഞാൻ ബോംബെയിലുണ്ട്. അപ്പോൾ ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞു, സമയമുണ്ടെങ്കിൽ വൈകുന്നേരം വന്നാൽ നല്ല ഒരു പച്ചക്കറി ഊട് തരാം വീട്ടിൽ വന്നാൽ എന്ന് പറഞ്ഞു. ബ്രാഹ്മണ വീടല്ലേ, അതുകൊണ്ടൊരു പച്ചക്കറി ഊട് തരാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു സന്ധ്യയ്ക്ക് ഗുഡ് നൈറ്റ് മോഹൻ്റെ വീട്ടിലേക്ക് ചെന്നു, കൂടെ മണ്ണിൽ മുഹമ്മദ്. ആഗമന ഉദ്ദേശം പത്മരാജൻ ചെയ്യുന്ന പുതിയ സിനിമയ്ക്കായി നിതീഷ് ഭരദ്വാജിനെ വേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹാഭാരതത്തിലൂടെ ഇന്ത്യയിൽ മുഴുവൻ അമിതാഭ് ബച്ചനോളം തന്നെ പ്രശസ്തി നേടി നിൽക്കുന്ന സമയമാണ് നിതീഷ് ഭരദ്വാജ്. കാരണം മഹാഭാരതം സീരിയലിലെ ശ്രീകൃഷ്ണനാണല്ലോ. അതിന് എന്നെ ഒന്ന് സഹായിക്കണം മോഹൻ എന്ന് പറയാനാണ് പത്മരാജ സാറ് മണ്ണിൽ മുഹമ്മദിനെയും കൊണ്ട് വീട്ടിൽ ചെന്നത്. സ്വാമി, ആ പച്ചക്കുപ്പിയിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ബ്രാൻഡി ഉണ്ടോ എന്നായിരുന്നു അടുത്ത ചോദ്യം പത്മരാജൻ്റെ. പുറത്ത് ഇരുൾ വീഴുന്നത് നോക്കി പത്മരാജൻ തിരക്കിയതാണ്. പച്ച കുപ്പിയിലുള്ള ഫ്രഞ്ച് ബ്രാൻഡി ഉണ്ടോ എന്നാണ് ചോദിച്ചത്. 10 തരത്തിലുള്ള ബ്രാൻഡികൾ പത്മരാജൻ്റെ മുന്നിലേക്ക് നിരത്തി വെച്ചു. അതിലൊന്ന് ആവാഹിച്ചുകൊണ്ട് മണ്ണിൽ മുഹമ്മദിനായി ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ പറഞ്ഞു. ഒരു ഗന്ധർവൻ്റെ കഥയാണ്. കഥ പറയുന്നതിൽ ഗന്ധർവനായ പത്മരാജൻ്റെ കഥ പറച്ചിൽ കേട്ടപ്പോൾ ഗുഡ് നൈറ്റ് മോഹന് ദേഷ്യവും
വിഷമവും ആമർഷവും ഒക്കെ പതഞ്ഞു പൊന്തി വന്നു മനസ്സിൽ. മണിൽ മുഹമ്മദ് ബാത്റൂമിൽ പോയപ്പോൾ തൻ്റെ ഉള്ളിലെ അമർഷം കുട്ടേറ്റ് മോഹൻ പറഞ്ഞു, ഈ കഥ എനിക്കല്ലേ തരേണ്ടത് പപ്പേട്ട. കാരണം ഒരുപാട് കാലമായിട്ട് കാണുന്നതൊക്കെ പറയല്ലോ ഒരു നല്ല പടം നമുക്ക് ചെയ്യാമെന്ന്. ഈ കഥ എനിക്കല്ലേ തരേണ്ടത് പപ്പേട്ട എന്ന് ചോദിച്ചു. നിങ്ങളോടൊരു സിനിമ എനിക്കായി ചെയ്യാൻ പലവട്ടം ഞാൻ പറഞ്ഞതല്ലേ. ശരിക്കും പറഞ്ഞാൽ പത്മരാജൻ പെട്ടു എന്ന് പറയാം. കാരണം അങ്ങനൊരു ചോദ്യം ഗുഡ് നൈറ്റ് മോഹൻ്റെ ഭാഗത്തുനിന്ന് വരുമെന്ന് ഇദ്ദേഹം ധരിച്ചതേയില്ല. ഞാൻ സ്വാമിക്ക് വേണ്ടി ഒരു സിനിമ ഉടനെ ചെയ്യും. അപ്പോഴേക്കും മൂത്രമൊഴിക്കാൻ പോയ മണ്ണിൽ മുഹമ്മദ് മടങ്ങി വന്നു. അപ്പോൾ ആ വർത്തമാനം അവിടെ വെച്ച് നിർത്തി. പിരിയാൻ നേരം വാതിലിന് മുന്നിൽ കുറച്ച് നേരം എന്തോ ചിന്തിച്ച് താടിയും ചൊറിഞ്ഞ് പത്മരാജൻ നിന്നു. എന്നിട്ട് എന്തോ പറയാൻ ആഞ്ഞു. എന്തോ ഒരു കാര്യം ഗുഡ് നൈറ്റ് മോഹനോട് പറയാനുണ്ട്. പക്ഷെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം നടന്നു പോയി. ഒരു വർഷം കഴിഞ്ഞു. ബോംബെയിലെ വീട്ടിൽ കണ്ട ശേഷം ഒരു വർഷം കഴിഞ്ഞ ശേഷം ജോഷി മാത്യു വിളിക്കുന്നു. ജോഷി മാത്യുവിന് നിങ്ങൾക്കറിയാമായിരിക്കും. പത്മരാജൻ സാറിൻ്റെ ആകാര സൗഷ്ഠവമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സംവിധായകൻ ജോഷി മാത്യു. അദ്ദേഹം പത്മരാജൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു, മദ്രാസിലെ ഒരു ഹോട്ടലിൽ താമസിച്ചതിൻ്റെ ബില്ല് സെറ്റിൽ ചെയ്യണമെന്ന് പത്മരാജൻ സാർ പറഞ്ഞു എന്ന് പറഞ്ഞു. മദ്രാസിലൊരു ഹോട്ടലിൽ റൂം എടുത്തു. അവിടുത്തെ ബില്ലൊന്ന് സെറ്റിൽ ചെയ്തേക്കണേ എന്നാണ് ജോഷി മാത്യു വിളിച്ചു പറഞ്ഞത്. ഗുഡ് നൈറ്റിൻ്റെ മദ്രാസ് ഓഫീസിൽ വിളിച്ച് ആ ബില്ല് സെറ്റിൽ ചെയ്യാൻ ഗുഡ് നൈറ്റ് മോഹനും പറഞ്ഞു. അങ്ങനെ റൂമിൻ്റെ ബില്ല് സെറ്റിൽ ചെയ്തു എന്നറിഞ്ഞപ്പോൾ പത്മരാജൻ തന്നെ ഗുഡ് നൈറ്റ് മോഹനെ വിളിച്ച് നന്ദി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് എറണാകുളത്ത് അത്യാവശ്യമായി നമുക്ക് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത് പത്മരാജൻ. എറണാകുളത്ത് ഗുഡ് നൈറ്റ് മോഹനും പത്മരാജനും കണ്ടുമുട്ടി. വലിയ സന്തോഷം തിരതല്ലുന്ന മൂഡിൽ പത്മരാജൻ പറഞ്ഞു, സ്വാമി, നിങ്ങൾക്ക് വിധിച്ചത് നിങ്ങൾക്ക് തന്നെ കിട്ടണം. അതൊരു പ്രകൃതി നിയമമാണ് സ്വാമി. നിങ്ങൾക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിധിച്ചത് നിങ്ങൾക്ക് തന്നെ കിട്ടണം. എന്താ പപ്പേട്ട എന്നായി മോഹൻ. അല്ല സ്വാമി, ആ ഗന്ധർവൻ്റെ കഥ നിങ്ങൾക്ക് ഞാൻ തരുന്നു. എൻ്റെ കുറേ അഭ്യുദയകാംക്ഷികൾ ഈ സബ്ജക്റ്റ് ചെയ്യരുതെന്ന് പലതവണ എന്നോട് പറഞ്ഞു. ചെയ്യരുതായിരുന്നു എന്ന് പിന്നെ എനിക്കും തോന്നി. അദ്ദേഹം അറം എന്ന് പറഞ്ഞൊരു പടം ചെയ്യാൻ പോയി. അറം എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ പരിചയക്കാരൊക്കെ പറഞ്ഞു അറം എന്ന് പറഞ്ഞ പടം ചെയ്യരുത്, അറം പറ്റും എന്നുകൊണ്ട് അദ്ദേഹം കേട്ടില്ല. അവസാനം ആരോ സിനിമാക്കാർ തന്നെ പത്മരാജൻ സാറിൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ആ പേര് മാറ്റാൻ പറയണമെന്ന് പറഞ്ഞ് അവസാനം സഹി കെട്ട് അമ്മ പറഞ്ഞപ്പോഴാണ് അറം എന്നുള്ള പേര് മാറ്റി കരിയിലക്കാറ്റ് പോലെ എന്നിട്ടത്. അതുപോലെ ഗന്ധർവൻ്റെ കഥ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ വിലക്കി, പപ്പ അത് ചെയ്യരുത്, അത് ദോഷമാണ്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് സമ്മതിച്ചു. പുള്ളി അതൊരു ഭയങ്കര ഒരു ക്രൈസായിട്ട് എടുത്തു. ഈ സബ്ജക്റ്റ് ചെയ്യരുതെന്ന് പലരും എന്നോട് പറഞ്ഞു. ഞാനതൊന്നും വകവയ്ക്കില്ല എന്ന് വകവയ്ക്കില്ല. അതിന് തുനിഞ്ഞത് ഞാൻ വകവയ്ക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരത് പറഞ്ഞത്. ഞാൻ ഗന്ധർവൻ ഗുഡ് നൈറ്റ് മോഹൻ നിങ്ങൾക്ക് ഞാൻ തരുന്നു, നിങ്ങൾ നിർമ്മിക്കൂ. അങ്ങനെ എന്തോ മണ്ണിൽ മുഹമ്മദുമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ നടന്നില്ല. ബജറ്റൊക്കെ ആലോചിച്ച് പോയിരിക്കാം. എന്തായാലും ഞാൻ ഗന്ധർവൻ ഗുഡ് നൈറ്റ് മോഹൻ നിർമ്മിച്ചു. പടം റിലീസായി. മനോഹരമായി പടം പൊട്ടി. തിയേറ്ററിൽ ആളില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കടിച്ചു പിടിച്ചൊരു 10-25 ദിവസമെങ്കിലും ഓടിക്കാനായിട്ടുള്ള ശ്രമം എന്താണ് എന്ന് നല്ല ബിസിനസ്സുകാരനല്ലേ ഗുഡ് നൈറ്റ് മോഹൻ. അദ്ദേഹം ആലോചിച്ചു. പെട്ടെന്ന് അദ്ദേഹം ഒരു അടിയന്തര നടപടി സ്വീകരിച്ചു. മഹാഭാരതം പരമ്പരയിലെ ശ്രീകൃഷ്ണൻ നിതീഷ് ഭരദ്വാജാണല്ലോ. പ്രേക്ഷക പ്രീതി നേടിയ നിതീഷിനെ ഗന്ധർവൻ കളിക്കുന്ന എല്ലാ തിയേറ്ററുകളിലും കൊണ്ടുപോവുക. കാരണം ഗന്ധർവനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നിതീഷ് ഭരദ്വാജാണല്ലോ. അദ്ദേഹത്തെ കൊണ്ട് കേരളത്തിലെ പ്രധാന തിയേറ്ററുകളിലെല്ലാം പോകാം. അന്നത്തെ കാലത്ത് കുറച്ച് തിയേറ്ററുകളിലെ പ്രിൻ്റ് റിലീസ് ചെയ്യുന്നുള്ളൂ. ആ തിയേറ്ററുകളിലെല്ലാം പോകാനായിട്ട് ഗുഡ് നൈറ്റ് മോഹൻ്റെ വ്യാവസായിക ബുദ്ധി പ്രവർത്തിച്ചു. അതിലൂടെ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാം. അതായത് നിങ്ങളുടെ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണൻ ഗന്ധർവനായി അഭിനയിക്കുന്ന സിനിമ കാണാൻ നിങ്ങളെയൊക്കെ കാണാനായിട്ട് ഗന്ധർവൻ കേരളത്തിലെ പ്രധാന തിയേറ്ററുകളിൽ വരുന്നു എന്ന് പരസ്യം കൊടുക്കുമ്പോൾ ആളുകൾ കൂടുമല്ലോ. തിരക്കുകൾ മാറ്റിവെച്ച് നിതീഷ് ഭരദ്വാജ് ചെല്ലാമെന്ന് പറഞ്ഞു. ഇങ്ങനൊരു പ്രോഗ്രാം ഗുഡ് നൈറ്റ് മോഹൻ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ പത്മരാജൻ വിളിച്ചു, ഞാനും കൂടെ വരാമെന്ന്. അതുവരെ അദ്ദേഹം ഇങ്ങനെയുള്ള തിയേറ്ററുകളിൽ പ്രേക്ഷകനെ കാണാനൊന്നും പോയിട്ടില്ലല്ലോ. സ്വാമിയുടെ ബുദ്ധി കൊള്ളാമെന്ന് തോന്നിയപ്പോൾ ഞാനും വരാം എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തു നിന്ന് പത്മരാജനും കാന്തിമതി ബാലനും കണ്ണൂരെത്തി. അവിടെയാണ് ആദ്യ പരിപാടി. പത്രപരസ്യം കണ്ട് ആയിരക്കണക്കിന് ആളുകൾ തിയേറ്ററിൻ്റെ മുന്നിൽ, ഗന്ധർവൻ കളിക്കുന്ന തിയേറ്ററിൻ്റെ മുന്നിൽ കൂടി. കാരണം ശ്രീകൃഷ്ണനെ നേരിട്ട് കൺകുളിർക്കെ കാണാമല്ലോ. ജനക്കൂട്ടത്തെ കണ്ട പത്മരാജന് ആഹ്ലാദമായി.
അദ്ദേഹം ഗുഡ് നൈറ്റ് മോഹനെ കെട്ടിപ്പിടിച്ചു. സ്വാമി, ഞാൻ നിങ്ങളെ സമ്മതിച്ചു തരുന്നു. കാരണം ഇത്രയും ഒരു വ്യാവസായിക ബുദ്ധി സ്വാമി നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാകൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ആൾക്കൂട്ടം കൂടി നിതീഷ് ഭരദ്വാജ് അവരുടെ മുന്നിൽ നിന്ന് കൈവീശിയൊക്കെ കാണിച്ച് എല്ലാം കഴിഞ്ഞ് പടം തുടങ്ങി. തിയേറ്ററിനകത്ത് കയറി നോക്കിയപ്പോൾ പത്മരാജൻ ഞെട്ടി. കാരണം 30 പേര് പോലും ഇല്ല തിയേറ്ററിനകത്ത്. എല്ലാവരും ശ്രീകൃഷ്ണനെ കണ്ടിട്ട് മടങ്ങി വീട്ടിൽ പോയി. ശരിക്കും പത്മരാജൻ്റെ കാറ്റ് പോയി എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത്. ബിസിനസ്സിൽ ഇത്തരം ജയപരാജയങ്ങൾ നേരിടുന്ന ആളായതിനാൽ ഗുഡ് നൈറ്റ് മോഹൻ്റെ കാറ്റ് അവിടെ തന്നെ നിന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാറ്റ് പോയില്ല. കാരണം വ്യവസായമാകുമ്പം വിജയവും പരാജയവും ഒക്കെ ഉണ്ടാകുന്ന അദ്ദേഹം നേരിട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാറ്റ് പോയില്ല. പക്ഷേ പത്മരാജൻ്റെ കാറ്റ് പോയി. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത്. പടം പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കിയതോടെ സിനിമയിൽ വിജയക്കൊടി നാട്ടിയ ആൾ എന്ന നിലയിൽ ആ നിലയിൽ നിന്നുള്ള പതനം പത്മരാജൻ്റെ സകല ചൈതന്യവും കെടുത്തി എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത്. കണ്ണൂരിൽ നിന്നും ഈ 4 പേർ സംഘം കോഴിക്കോട്ടെത്തി. ഹോട്ടലിൽ മുറിയെടുത്തു. ഗുഡ് നൈറ്റും നിതീഷും ഒരു മുറിയിൽ, പാരാമൗണ്ട് ടവേഴ്സ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് മുറിയെടുത്തത്. പത്മരാജനും ഗാന്ധിമതി ബാലനും ഒരു മുറിയിൽ. രാത്രി 2 ഡ്രിങ്ക് വേണമെന്ന് തോന്നി ഗുഡ് നൈറ്റ് മോഹനും നിതീഷിനും. അപ്പോൾ ഗാന്ധിമതി ബാലനും കൂടി അതിൽ കൂടുമല്ലോ സ്വാഭാവികമായിട്ട്. അങ്ങനെ അവർ ഓർഡർ ചെയ്തു. ഈ സമയം ഗാന്ധിമതി ബാലനെ പത്മരാജ് സാറിൻ്റെ ഭാര്യ രാധാലക്ഷ്മി ചേച്ചി വിളിച്ചു. ഒരു ആയുർവേദ ഒഴിച്ചിൽ കഴിഞ്ഞ് വിശ്രമം നിർദ്ദേശിച്ച സമയത്താണ് നമ്മുടെ സംവിധായകൻ പത്മരാജൻ തിയേറ്റർ സന്ദർശനത്തിനായി എത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം അപ്പോഴാണ് ഗാന്ധിമതി ബാലൻ അറിയുന്നത്. ആയുർവേദ ഒഴിച്ചിലൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ മറുപത്യമായിട്ട് അത്രയും ദിവസം റെസ്റ്റ് എടുക്കേണ്ടതാണ്, വിശ്രമിക്കേണ്ടതാണ്. ബാലൻ ഒരു കാര്യം ശ്രദ്ധിക്കണം, പുള്ളിക്ക് ഡ്രിങ്ക് ഒന്നും കൊടുക്കില്ല എന്ന് സമ്മതിച്ചു. അങ്ങനെ അവർ 3 പേരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 പേരും ഓരോ ഡ്രിങ്കുമായിട്ട് ഇങ്ങനെ ഓരോ ഗ്ലാസ്സുമായിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പത്മരാജൻ കയറി വന്നു. അദ്ദേഹം പറഞ്ഞു എനിക്കും വേണം എന്ന് പറഞ്ഞു. ആയുർവേദ ചികിത്സ കഴിഞ്ഞ സമയമാണ്, കഴിക്കരുതെന്ന് പറഞ്ഞിട്ടും പത്മരാജൻ കേട്ടില്ല. ഒന്നിൽ തുടങ്ങിയാൽ പലതും ആകുമല്ലോ, ഒന്നിലൊന്നും നിർത്തില്ലല്ലോ അവരാരും. കൂടുതലാകുന്നതിന് മുമ്പ് ഗുഡ് നൈറ്റ് പറഞ്ഞു. മതി, ഇനി കഴിക്കണ്ട എന്ന് ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞു. നിതീഷിനോടും ഗുഡ് നൈറ്റ് മോഹനോടും ഗുഡ് ബൈ പറഞ്ഞ് പത്മരാജൻ നടന്നു പോയിട്ട് വാതിലിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ കാണുമ്പോൾ തന്നെ തിരികെ വന്ന് ഗുഡ് നൈറ്റ് മോഹൻ്റെ കയ്യെ പിടിച്ച് മുറിയുടെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി. യുദ്ധത്തിൽ തോറ്റുപിടയുന്ന ഒരു പോരാളിയെ പോലെയായിരുന്നു അപ്പോൾ പത്മരാജൻ എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത്. പരാജയപ്പെട്ടുപോയി, വിജയിക്കുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ പരാജയപ്പെട്ടു പോയ ഒരു യോദ്ധാവിൻ്റെ മുഖമായിരുന്നു പത്മരാജന്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നാണ്, ഇങ്ങനെ തിളക്കം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ മുഖത്ത് അതുവരെ കാണാത്തൊരു പ്രത്യേക വെളിച്ചം ഗുഡ് നൈറ്റ് മോഹന് കാണാനായി. സ്വാമി, എനിക്കൊരു പടം കൂടി തരണം. ഒന്നോർത്തോ, പത്മരാജൻ ജീവിതത്തിൽ ആരോടും ഒരു പടം തരാൻ കെഞ്ചിയിട്ടില്ല. അദ്ദേഹം ആരുടെയും ചോദിക്കേണ്ട അവസ്ഥ അദ്ദേഹത്തിന് വന്നിട്ടില്ലല്ലോ. പവൻ വിലയുള്ള സ്ക്രിപ്റ്റ് എഴുതുന്ന ആളല്ലേ. അദ്ദേഹത്തിന് നിർമ്മാതാക്കളെ കിട്ടാനാണ് പഞ്ഞം. അദ്ദേഹം പറഞ്ഞു, ഒന്നോർത്തോ, പത്മരാജൻ ജീവിതത്തിൽ ആരോടും ഒരു പടം തരാൻ കെഞ്ചിയിട്ടില്ല. ആ വാക്കുകൾ പപ്പേട്ടൻ്റെ ചിറകടികളാണെന്ന് ഗുഡ് നൈറ്റ് മോഹന് തോന്നി. ഗുഡ് നൈറ്റ് മോഹൻ പത്മരാജനെ കെട്ടിപ്പിടിച്ചു. പപ്പേട്ട പോയി കിടക്ക്. ഗുഡ് നൈറ്റിൻ്റെ കൈത്തലം പിൻവലിച്ച് പോകും മുമ്പ് വളരെ സ്പഷ്ടമായി ഒന്നുകൂടി പറഞ്ഞു പത്മരാജൻ, സ്വാമിക്ക് ഈ പടം നഷ്ടമായാലും ഈ പടത്തിൻ്റെ പേരിൽ ഗുഡ് നൈറ്റ് മോഹൻ എന്ന പ്രൊഡ്യൂസർ ഓർമ്മിക്കപ്പെടും എക്കാലവും. തീർച്ചയാണത്. അവസാനമായി ഗുഡ് നൈറ്റ് മോഹൻ എന്ന് പറഞ്ഞ നിർമ്മാതാവിനോട് പത്മരാജൻ എന്ന് പറഞ്ഞ കഥാകാരൻ അവസാനമായി സംസാരിച്ച ഡയലോഗാണിത്. ഈ പടത്തിൻ്റെ പേരിൽ ഗുഡ് നൈറ്റ് മോഹൻ എന്ന പ്രൊഡ്യൂസർ ഓർമ്മിക്കപ്പെടും എക്കാലവും. തീർച്ചയാണത്. മുറിയിലേക്ക് മടങ്ങി പത്മരാജനും ഗാന്ധിമതി ബാലനും. ഒരുപാട് നാളായി പത്മരാജൻ ഒറ്റയ്ക്ക് മുറി കിടക്കാറേ ഇല്ല. ഒറ്റയ്ക്കായാൽ വാതിൽ ലോക്ക് ചെയ്യില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു പ്രശ്നമുണ്ട്. അതായത് 40-നും 50-നും ഇടയിൽ അവിടെയുള്ള ആൺകുട്ടികൾ മരിച്ചു പോകും. അതുണ്ടാകാതിരിക്കാനായിട്ട് പത്മേട്ടൻ്റെ അമ്മ ഒരുപാട് പൂജകളും നേർച്ചകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഓരോ മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴും ഇനിയുള്ളവരെ കുറിച്ചായിരുന്നു അമ്മയുടെ ആവലാതി.
അതൊരു എന്തോ ഒരു ശാപം പിടിച്ചതുപോലെ എന്തോ ഒരു പ്രശ്നമായിരുന്നു. അതൊരു വിശ്വാസമായിരിക്കാം, അവർക്കത് വളരെ അച്ചട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പത്മരാജൻ ഒരിക്കലും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കില്ല, കൂടെ ഗാന്ധിമതി ബാലനെ പോലുള്ള ആരെങ്കിലും ഒരാളെ കിടത്തും. അല്ല, ഇനി ഒറ്റയ്ക്കായിപ്പോയാൽ റൂം ലോക്ക് ചെയ്യില്ല. കാരണം എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്ന് ആർക്കെങ്കിലും ഓടി വരാൻ കയറി വരാനായിട്ട് ലോക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ അദ്ദേഹം കട്ടിലിലെ മെത്തയിൽ കിടക്കില്ല, ഹോട്ടൽ മുറിയിലെ മെത്തയിൽ കിടക്കില്ല. നിലത്ത് ബ്ലാങ്കറ്റ് വിരിച്ചിട്ട് നിലത്തേ കിടന്നുറങ്ങും. ഗാന്ധിമതി ബാലനും പത്മരാജനും കിടന്നു. അത് കിടക്കാൻ കാര്യം നേരത്തെ പിടിച്ചോണ്ടൊന്ന് കിടത്തി എന്താണെന്ന് വെച്ചാൽ, രാവിലെ 8 മണിക്ക് മോഹൻലാൽ ഭരതം ഷൂട്ടിംഗ് നടക്കുകയാണ് കോഴിക്കോട്ട്. അപ്പോൾ മോഹൻലാൽ 8 മണിക്ക് ലൊക്കേഷനിൽ പോകുന്നതിന് മുമ്പ് ഹോട്ടലിൽ ചെന്ന് മോഹൻലാലിനെ പത്മരാജൻ കാണണം. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പോടെയാണ് ഉറങ്ങാൻ കിടന്നത്. രാവിലെ മോഹൻലാൽ ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് കാണണം. ഞാൻ അതിരാവിലെ എണീക്കാം, ഗാന്ധിമതി ബാലൻ പറഞ്ഞു. ഞാൻ അതിരാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറിയ ശേഷം ഞാൻ പപ്പേട്ടനെ വിളിച്ചുകൊണ്ടിരുത്താം, അതുവരെ ഉറങ്ങിക്കോ എന്നുള്ളൊരു കൺസെഷൻ ഗാന്ധിമതി ബാലൻ നൽകി. ആ എഗ്രിമെൻറ്റിൽ ഇരുവരും ഉറങ്ങാൻ കിടന്നു. പറഞ്ഞതുപോലെ തന്നെ രാവിലെ 5-5:30 ആയപ്പോൾ ഗാന്ധിമതി ബാലൻ എണീറ്റു, ടോയ്ലറ്റിലൊക്കെ പോയി പല്ലൊക്കെ തേച്ച് കുളിച്ച് വന്ന് വരുമ്പോഴേക്കും ഇവരെ കൊണ്ടുപോകാനായിട്ട് അബു എന്ന് പറഞ്ഞ ഡ്രൈവർ വന്നു. രാവിലെ പോകണമല്ലോ, അതുകൊണ്ട് അയാൾ എത്തി കൃത്യമായിട്ട്. നിലത്ത് കിടന്നുറങ്ങുന്ന പത്മരാജനെ കണ്ട് അബു അതിശയിച്ചു. കാരണം മലയാള സിനിമയുടെ പവൻ വിലയുള്ള തിരക്കഥാകൃത്ത്, സംവിധായകൻ, നോവലിസ്റ്റ്, കഥാകൃത്ത് നിലത്ത് കിടന്നുറങ്ങുന്നു. അത് കണ്ടപ്പോൾ അബുവിനൊരു അതിശയം തോന്നി. എന്താ ബാലൻ സാറേ, പത്മരാജൻ സാറ് നിലത്ത് കിടക്കുന്നതെന്ന് ചോദിച്ചു. പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കത്തില്ല, എന്ത് ചെയ്യാൻ പറ്റുമോ അബു എന്നായിരുന്നു ഗാന്ധിമതി ബാലൻ്റെ മറുപടി. എന്നിട്ട് പത്മരാജൻ സാറിൻ്റെ അടുത്ത് ചെന്നിട്ട്, പപ്പേട്ടാ എണീക്കെന്ന് പറഞ്ഞിട്ട് ബാലൻ പത്മരാജൻ സാറിൻ്റെ കാതിനെ പിടിച്ചൊന്ന് കിണുങ്ങി. എണീക്ക് പപ്പേട്ടാ, നേരമായി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അബു വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞ് ഒന്ന് കിള്ളി എന്നാണ് ഗാന്ധിമതി ബാലൻ പറയുന്നത്. പക്ഷേ എണീക്കുന്നില്ല. അബു ഒന്ന് വിളിച്ചെണീപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് ഗാന്ധിമതി ബാലൻ ഡ്രസ്സ് ഇടാനായിട്ട് പോയി. പുതിയ പാൻറ്റ് ഷർട്ടൊക്കെ ഇടണമല്ലോ, അതിന് പോയി റെഡിയാവാനായിട്ട്. അപ്പോൾ ഈ അബു എന്ത് ചെയ്യുന്നു വെച്ചാൽ, പത്മരാജൻ സാറിൻ്റെ തോളി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കാനായിട്ട് വന്നതും അറിയാതെ അബുവിൻ്റെ വായിൽ നിന്ന് സാറേ എന്നൊരു വിളി വിളിച്ചു. പെട്ടെന്ന് എന്താ പറയുക, ഗാന്ധിമതി ബാലൻ തിരിഞ്ഞു നോക്കി. എന്താ 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 അബു എന്ന് ചോദിച്ചു. ഐസ് പോലെ സാറിൻ്റെ ദേഹം തണുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഗാന്ധിമതി ബാലൻ വന്ന് ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ മറിച്ചപ്പോൾ മറിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്ന പോലെ കിടന്നു, മറിഞ്ഞങ്ങ് വീണു, ആൾ പോയി. ഗാന്ധിമതി ബാലൻ സ്ഥലകാല ബോധമില്ലാതെ അലറി, പപ്പേട്ടാന്ന് അലറി വിളിച്ചു. ആ വിളി കേട്ട് ഗുഡ് നൈറ്റ് മോഹനും നിതീഷും ഓടി വന്നു. നിതീഷ് വെറ്റിനറി ഡോക്ടറാണ്, മൃഗ ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ അല്പസ്വല്പമൊക്കെ പരിശോധിക്കാനുള്ള മിടുക്കുണ്ടല്ലോ. അയാൾ പെട്ടെന്ന് പപ്പേട്ടനെ പരിശോധിച്ച് കഴിഞ്ഞതും അയാൾ പറഞ്ഞു, സാറേ അപകടമാണ് എന്ന് പറഞ്ഞിട്ട് നിതീഷ് കരഞ്ഞു. സാറേ എന്ന് വിളിച്ചു, ഗുഡ് നൈറ്റ് മോഹനെ നോക്കി. അപകടമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരഞ്ഞു. നിതീഷ് കരയുന്ന കണ്ടപ്പോൾ ഗുഡ് നൈറ്റ് മോഹനും കരഞ്ഞു. ഗാന്ധിമതി ബാലൻ ഏത് ലോകത്താണ് എന്ന് പറയണ്ടല്ലോ, പൊട്ടി 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 അലറി കരയുകയാണ് ഗാന്ധിമതി ബാലൻ. കാരണം ഒരു റൂമിൽ ഒന്നിച്ച് കിടന്ന് ഉറങ്ങിയതല്ലേ, രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞ് രാവിലത്തെ പ്രോഗ്രാം പറഞ്ഞ് കിടന്നതല്ലേ. ആ കൂടെ കിടന്ന ആൾ നിലത്ത് മരിച്ചു കിടക്കുക എന്ന് പറഞ്ഞാൽ സ്ഥലകാല ബോധമില്ലാതെ കരഞ്ഞു. വിവരം അറിഞ്ഞ ഹോട്ടൽ ഉടമ വാർത്ത പുറത്തു വിട്ടു. ആദ്യം PV ഗംഗാധരൻ വന്നു, പിന്നാലെ MG വാസുദേവൻ നായർ വന്നു. ഭരതത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നതുകൊണ്ട് സിബി മലയിലും മോഹൻലാലും അടക്കം മുഴുവൻ ക്രൂവും പെട്ടെന്ന് റൂമിലെത്തി. അപ്പോൾ PV ഗംഗാധരൻ്റെ ഒരു ബ്രദറിലോ ഡോക്ടറാണ്, അയാൾ വന്നു. അയാൾ പരിശോധിച്ചിട്ട് പറഞ്ഞു, പപ്പേട്ടൻ മരിച്ചിട്ട് മിനിമം ഒരു 3-3.5 മണിക്കൂറായി കാണുമെന്ന് പറഞ്ഞു. ആ ദേഹത്തെ തണുപ്പ് കൊണ്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞത്. ഒരു 3.5 മണിക്കൂർ മുമ്പ് അദ്ദേഹം മരിച്ചു. എല്ലാം കേട്ടുനിന്ന് MG വാസുദേവൻ നായർ ഗാന്ധിമതി ബാലനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഹോട്ടലിൻ്റെ എതിർവശം ഇറങ്ങി റെയിൽവേ ട്രാക്ക് കടന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനാണ്. ബാലൻ പോയി കാര്യം റിപ്പോർട്ട് ചെയ്യണം, പ്രാരംഭ നടപടി അതാണ് എന്ന് MG പറഞ്ഞു. കാര്യങ്ങൾ നമുക്ക് നിയമപരമായി നീക്കണം, അല്ലെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ പുല്ലാപ്പാവാം. ഗാന്ധിമതി ബാലനൊക്കെ പെട്ടുപോകില്ലേ, ഓരോ റൂമിലുണ്ടായിരുന്നില്ലേ, അദ്ദേഹം മരിച്ചത് കൊന്നാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് മനസ്സിലാക്കിയിട്ടാണ് MG പറയുന്നത്, കാര്യങ്ങൾ നിയമപരമായി തന്നെ നീങ്ങണം. സ്റ്റേഷനിൽ പോകാനായിട്ട് ഗാന്ധിമതി ബാലൻ ഞാൻ പോകാം പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ കൂടെ സിനിമാക്കാരായ പലരും പറഞ്ഞു ഞാനും വരാം എന്ന് പറഞ്ഞു. എല്ലാവരും വരാം എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിമതി ബാലനൊന്ന് നോർമലായി. കൂടെ നിൽക്കാൻ ആളുകളുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം വന്നു. അപ്പോൾ
എന്താ പറയുക, നടന്നത് നടന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ ബാലൻ്റെ മനസ്സ് ഒന്ന് ബാലൻസ് ചെയ്തു എന്ന് പറയാം. പക്ഷേ MT അതിനെ തടഞ്ഞു. MT പറഞ്ഞു, ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെങ്കിൽ ബാലൻ തനിയെ തന്നെ പോകണം, അതാ ഏറ്റവും നല്ലത്. കാരണം അല്ല എങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ നിന്ന് മോചിതനാവാൻ പറ്റില്ല. നിങ്ങൾ കാര്യങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മോചിതനാവാൻ കഴിയും. അല്ലെങ്കിൽ പപ്പൻ്റെ മരണം നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്നാണ് MT പറഞ്ഞത്. എത്ര ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം കാണുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ഒറ്റയ്ക്ക് ഈ കടമ്പ നിങ്ങൾ കടന്നാൽ ഇതെല്ലാം ഓർമ്മയായി നിൽക്കും. ബാലനൊറ്റയ്ക്ക്, ഗാന്ധിവതി ബാലനൊറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പം ഗാന്ധിവതി ബാലൻ എന്ന് പറഞ്ഞാൽ അക്കാലത്തെ വലിയ നിർമ്മാതാവല്ലേ, വാർത്താ പ്രാധാന്യമുള്ള ഈ മുഖം ഒരുപാട് പേര് കണ്ടിട്ടുള്ളവർ, പോലീസുകാർക്കും മനസ്സിലായി. അദ്ദേഹം ചെന്ന് റിപ്പോർട്ട് ചെയ്തു. പോസ്റ്റ്മോർട്ടം പത്മരാജൻ്റേതല്ലേ, കോഴിക്കോട്ടുള്ള ആര് വിളിച്ചു പറയാത്തത്? പോസ്റ്റ്മോർട്ടം നേരത്തെ വേഗത്തിൽ നടന്നു. ബോഡി ആരെങ്കിലും കൈപ്പറ്റണം. ഗാന്ധിവതി വല്ലതും പറഞ്ഞു, ഞാൻ കൈപ്പറ്റാം എന്ന് പറഞ്ഞു. സഹോദരൻ, ഞാൻ ബ്രദറാണ് എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് ബോഡി കൈപ്പറ്റി. ആംബുലൻസ് അടക്കം എല്ലാം റെഡിയാണ് മുതുകുളത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. ചലച്ചിത്ര പരിഷത്ത് അടക്കം, അല്ലെങ്കിൽ ഫിലിം ചേംബർ അടക്കം സിനിമാ സംഘടനകളിലെല്ലാം കൂടെ പോകാൻ റെഡിയായി നിൽക്കുന്നു. അന്ത്യോപചാരം നൽകലും അനുശോചനവും ഒക്കെ ആയിട്ട് എല്ലാം കഴിഞ്ഞ് ആംബുലൻസ് മുതുകുളത്തേക്ക് വിട്ടു. അതെവിടെയും സംഭവിക്കുന്നൊരു കാര്യമാണ്. ആളും ബഹളവും എല്ലാം പിരിഞ്ഞു. ആരും ഈ കൂടെ കിടന്ന ഗാന്ധിവതി ബാലൻ എവിടെയെന്ന് ആരും ചോദിച്ചില്ല. തിരക്കിനിടയിൽ എല്ലാവരും പറഞ്ഞു, ആ കാറിൽ കാണും, ഈ കാറിൽ കാണും, ആംബുലൻസ് കാണുമെന്ന് വിചാരിച്ചു കാണും. പക്ഷേ ഗാന്ധിവതി ബാലൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു മുറിയിൽ ഒന്നിച്ചുറങ്ങി പത്മരാജൻ്റെ മരണം ആദ്യം കണ്ട് പകച്ച ഗാന്ധിമതിയെ പറ്റി ആരും ഓർത്തില്ല എന്നുള്ളതാണ് സത്യം. റൂമിലെത്തി ബാലൻ്റെയും പത്മരാജൻ്റെയും പെട്ടികളടക്കം കാറിൽ കയറ്റി ഒറ്റയ്ക്ക് കാർ ഓടിച്ച് ഗാന്ധിവതി ബാലൻ മുതുകുളത്തേക്ക് പോയി. ആലോചിക്കുക ആ ഒരു മാനസികാവസ്ഥ. കോഴിക്കോട്ട് നിന്ന് മുതുകുളം വരെ ഒറ്റയ്ക്ക് ഓടിച്ച് ഈ പത്മരാജൻ്റെ പെട്ടിയും ഗാന്ധിവതി ബാലൻ്റെ പെട്ടിയൊക്കെ ഹോട്ടലിൽ നിന്ന് കയറ്റി അദ്ദേഹം തന്നെ കാർ ഓടിച്ച് മുതുകുളത്തേക്ക് പോയി. മകൻ്റെ ചേതനയേറ്റ ശരീരം കാണാൻ വിധിക്കപ്പെട്ട ആ അമ്മയുടെ മുന്നിലേക്ക് മകൻ്റെ പെട്ടികളുമൊക്കെയായി ചെല്ലുന്ന ശാപം ഏറ്റുവാങ്ങേണ്ടി വന്നവനാണ് ഞാനെന്നാണ് ഈ മരിക്കുന്നതുവരെയും ഗാന്ധിവതി ബാലൻ പറഞ്ഞിരുന്നത്. കാരണം ഒരു സഹോദരനെ പോലെ കൂടെ നടന്ന, എഴുപോലെ കൂടെ നടന്ന ഗാന്ധിവതി ബാലൻ തന്നെ ചേതനയേറ്റ പത്മേട്ടൻ്റെ മൃതദേഹവുമായിട്ട് മുതുകുളത്ത് ആ അമ്മയുടെ മുന്നിലേക്ക് ചെല്ലേണ്ടി വന്നു. ഗുഡ് നൈറ്റ് മോഹൻ പോയ കാറിൽ നിതീഷ് കയറി. അയാളെ എറണാകുളത്ത് ഇറക്കി. കാരണം അയാൾക്ക് ബോംബെക്ക് പോകാനുള്ളതാണല്ലോ. അയാൾ മുതുകുളത്തേക്ക് പോയില്ല. അയാളെ ബോംബെക്ക് ഇറക്കി വിട്ടിട്ട് വിലാപയാത്രയായി പത്മരാജൻ്റെ ബോഡി രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ മുതുകുളത്ത് എത്തിച്ചു. പപ്പേട്ടൻ്റെ ജീവിച്ചിരിക്കുന്ന അമ്മയുടെ നിർവികാരമായ മുഖം ഗുഡ് നൈറ്റ് മോഹനെ തളർത്തി. അദ്ദേഹം തുറന്നു പറയാണ്, ആ അമ്മ കരയാതിരിക്കുന്ന അമ്മ, അല്ലെങ്കിൽ മകൻ്റെ ചേതനേറ്റ ശരീരത്തിൽ തന്നെ നോക്കി നിസ്സംഗയായിരിക്കുന്ന അമ്മയുടെ മുഖം കണ്ടപ്പോൾ എൻ്റെ മനസ്സ് തളർന്നു പോയി എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത്. ഒരിറ്റി കണ്ണീര് പോലും ഇല്ലാതെ യാത്ര ചൊല്ലിപ്പോയ മകൻ്റെ മുഖവും നോക്കിയിരിക്കുന്ന ആ അമ്മയുടെ മുഖം ഇന്നും എനിക്ക് മറക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയാറ്. അന്ന് രാത്രി ആലപ്പുഴയിൽ ചെറിയാൻ കൽപ്പകവാടിയുടെ വീട്ടിൽ ഗുഡ് നൈറ്റ് മോഹൻ തങ്ങി. പത്മരാജൻ്റെ അടക്കം കഴിഞ്ഞ് മുതുകുളത്ത് നിന്ന് ഗാന്ധിവതി ബാലനും ഗുഡ് നൈറ്റ് മോഹനും കൂടി ഒരു കാറിൽ തിരുവനന്തപുരത്തേക്ക് വിട്ടു. കാരണം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഗുഡ് നൈറ്റ് മോഹന് ബോംബെക്ക് പോകാം, ഗാന്ധിവതി ബാലന് വീട്ടിലേക്കും പോകാം. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു കാറിൽ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. ഗാന്ധിവതി ബാലൻ കാറിൻ്റെ മുൻസീറ്റിലും ഗുഡ് നൈറ്റ് മോഹൻ കാറിൻ്റെ പുറകിലും കയറി. ഉറക്കക്ഷീണവും മാനസിക സംഘർഷവും കൊണ്ട് കയറിയ പാടെ തന്നെ രണ്ടുപേരും ഉറങ്ങിപ്പോയി. തലേദിവസം ഉറങ്ങിയിട്ട് ഒരു പോളെ കണ്ണടച്ച് കാണില്ല രണ്ടുപേരും. കാറിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഗുഡ് നൈറ്റ് മോഹൻ നോക്കുമ്പോൾ എന്തോ പൊട്ടിത്തെറിക്കുന്ന ഒരു വലിയ ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് ഗുഡ് നൈറ്റ് മോഹൻ ഉണരുമ്പോൾ അദ്ദേഹം ദൂരെ പറമ്പി കിടക്കുകയാണ് റോഡിൽ. കാറിൽ നിന്ന് എത്രയോ ദൂരെ തെറിച്ചു പോയി ഗുഡ് നൈറ്റ് മോഹൻ. ഗാന്ധിവതി ബാലനും ഡ്രൈവറും ചിന്ന ഭിന്നമായ കാറിനുള്ളിലായിപ്പോയി. എതിരെ വന്ന വണ്ടിയുമായി ഇടിച്ച് തകർന്നു പോയി ആ കാറിനെ വെട്ടിപ്പൊളിച്ച്, ആ കാറിൻ്റെ ഫോട്ടോ കണ്ടാൽ എങ്ങനെ ഗാന്ധിവതി ബാലൻ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് അത്ഭുതം തോന്നും. കാർ വെട്ടിപ്പൊളിച്ച് ബാലനെയും ഡ്രൈവറെയും പുറത്തെടുത്തു. ഡ്രൈവർ മരിച്ചു. ബാലന് ബോധമില്ല. ഗുഡ് നൈറ്റ് മോഹൻ്റെ തലയിൽ കുപ്പിച്ചില്ലുകൾ തറച്ച് ചോര ഒഴുകുന്നു. അടുത്തുള്ള സർക്കാർ കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് പ്രാഥമിക ചികിത്സകൾ നൽകി. മുതുകുളത്ത് നിന്നും ഈ അടക്കം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്കുള്ള സിനിമാക്കാരുടെ കാറുകൾ ഇങ്ങനെ വരികയാണ്. അങ്ങനെ നിരനിരയായി വരുമ്പോൾ ഈ ആക്സിഡൻറ്റ് കണ്ട് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അറിയുന്നത്
ഇത് ഗുഡ് നൈറ്റ് മോഹൻ വന്ന കാർ ഇടിച്ചതാണ്, ഗുഡ് നൈറ്റ് മോഹൻ സ്പോട്ടിൽ ചത്തു എന്നാണ് കണ്ടോണ്ട് നിന്ന ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഡ്രൈവറെയും മറ്റൊരാളെയും ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന വാർത്തയും കിട്ടി. നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിയായ ഗണേഷ് കുമാറും മേനക സുരേഷും ഗുഡ് നൈറ്റ് മോഹൻ മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ടാണ് ഓടി ആശുപത്രിയിലേക്ക് വന്നത്. ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഗുഡ് നൈറ്റ് മോഹനെയും ഗാന്ധിമതി ബാലനെയും അവിടെ ട്രീറ്റ് ചെയ്ത് ഇരുത്തിയിരിക്കുക. ജീവനോടെ ഇരിപ്പുണ്ട് ഗുഡ് നൈറ്റ് മോഹൻ. അവിടുന്ന് ഗുഡ് നൈറ്റ് മോഹനെ ഒരു കാറിലും ഗാന്ധിമതി ബാലനെ വേറൊരു കാറിലും കയറ്റി തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. മുതുകുളത്ത് നിന്ന് കൊണ്ടുപോന്നു. ആശുപത്രിയിൽ കയറുന്നതിന് മുമ്പ് ബോംബെയിലേക്ക് വിളിച്ച് താൻ മരിച്ചിട്ടില്ല എന്ന് ഭാര്യയെയും അമ്മയെയും അറിയിച്ചു. ആര്? ഗുഡ് നൈറ്റ് മോഹൻ. അപ്പോഴാണ് അടുത്ത വാർത്ത വരുന്നു. എറണാകുളത്ത് നിന്നും ബോംബെയിൽ വിമാനമിറങ്ങിയ നിതീഷ് ഭരദ്വാജ് വീട്ടിലേക്ക് പൂനെയിലേക്ക് പോകാനായിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാർ അവിടെ അപകടത്തിൽപ്പെട്ടു. അങ്ങനെ നിതീഷ് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായി. ഒരുപാട് നാളുകൾക്ക് ശേഷം ആലപ്പുഴ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇതുപോലെ ഒരു സമയത്ത് ഗുഡ് നൈറ്റ് മോഹൻ കാറിൽ വരുമ്പോൾ ഗുഡ് നൈറ്റ് മോഹനും ഗാന്ധിമതി ബാലനും വന്ന അപകടം നടന്ന അതേ സ്ഥലത്തെത്തുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഗുഡ് നൈറ്റ് മോഹൻ യാത്ര ചെയ്യുമ്പോൾ ആ കാറ് അവിടെ വെച്ച് ആക്സിലൊടിഞ്ഞ് ആക്സിഡൻറ്റിൽ പെട്ടു. ഗന്ധർവനെ തൊട്ട് കളിക്കണ്ട എന്ന് പലരും പറഞ്ഞിരുന്നതാണ്. വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും വയ്യാത്ത അവസ്ഥയായി. എന്നാൽ ഇവിടെ ഓർക്കാവുന്നൊരു കാര്യമുണ്ട്. ഗുഡ് നൈറ്റ് മോഹൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ ഗന്ധർവൻ ഒന്നുകൂടി റീമേക്ക് ചെയ്യണം. അതാണ് ഗുഡ് നൈറ്റിൻ്റെ ആഗ്രഹം. ഒരു മനസ്സും ഒരു ശരീരവും പോലെ ജീവിച്ചിരുന്നവരായിരുന്നു പത്മരാജനും ഗാന്ധിമതി ബാലനും. നൊമ്പരത്തിപ്പൂവ്, മൂന്നാം പക്കം, തൂവാനത്തുമ്പികൾ, ഇതൊക്കെ എന്താ പറയുക, ഗാന്ധിമതി ബാലനും പത്മരാജനും ചേർന്ന് ചെയ്ത സിനിമകളായിരുന്നു. തൂവാനത്തുമ്പികളാണെങ്കിൽ സ്റ്റാൻലി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു പ്രൊഡ്യൂസർ. അതേ സരണം ഇതും വിതരണം. അദ്ദേഹം അവിടെ പോയതിനിടയിൽ മണിവത്തൂരിലെ ആയിരശിവരാത്രികൾ, ആ ലൊക്കേഷനിൽ പോയി ഊട്ടിയല്ലേ നല്ല തണുപ്പൊക്കെ അടിച്ച് 5-6 ദിവസം നിന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. അന്ന് സെൽഫോണൊന്നും ഇല്ലല്ലോ. അവിടെ പോയതിനിടയിൽ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് കേട്ടാൽ, തൃശ്ശൂർ സംഭവിച്ചത് ഈ പടത്തിൻ്റെ നിർമ്മാതാവായ പത്മരാജൻ്റെ സുഹൃത്തായ സ്റ്റാൻലി ഹാർട്ട് അറ്റാക്ക് വന്ന് ആശുപത്രിയിലായി. നിർമ്മാതാവ് ആശുപത്രിയിലാവുകയും വിതരണക്കാരൻ ഊട്ടിയിൽ പോവുകയും ചെയ്തതോടുകൂടി മൊത്തം താളം തെറ്റി തൂവാനത്തുമ്പികളുടെ. അങ്ങനെ ഷൂട്ടിൽ നിന്ന് പോകുമെന്നുള്ളൊരവസ്ഥ എത്തിയപ്പോൾ മോഹൻലാൽ പറയണം, പപ്പട്ട നിർത്തണ്ട, ചിലവിനുള്ള പൈസ ഞാൻ തരാം, എത്ര രൂപ ചിലവാക്കണമെങ്കിൽ ഞാൻ ചിലവാക്കാം, ബാലേട്ടിങ് എത്തുമല്ലോ, എത്തിക്കഴിഞ്ഞാൽ ശരിയാവും, നമുക്ക് അതുകൊണ്ട് പടം നിർത്തണ്ട, ഷൂട്ടിംഗ് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഷൂട്ടിംഗ് നടത്തിച്ചു. അവിടെ പോയിട്ട് ഗാന്ധിമതി ബാല ഇവിടെ വന്നപ്പോഴാണ് അറിയണത് നിർമ്മാതാവില്ലാതെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്, മോഹൻലാലാണ് നിർമ്മിക്കുന്നത്, നിർമ്മാതാവായിട്ട് നിന്ന് ചെയ്യുന്നത്. അവർ ചർച്ച ചെയ്തു, അവസാനം ഒരു തീരുമാനം എടുത്തു. ഈ പടം ഗാന്ധിമതി ഏറ്റെടുക്കുന്നു, നിർമ്മാണം, വിതരണം മാത്രമല്ല നിർമ്മാണവും ഏറ്റെടുക്കാം, അത് സ്റ്റാൻലിക്ക് സമ്മതമാണെങ്കിൽ എടുക്കാം. അങ്ങനെ ആശുപത്രി വിട്ട സ്റ്റാൻലിയോട് ചോദിച്ചവൻ പറഞ്ഞു, എനിക്കൊരു 3-4 മാസം റെസ്റ്റ് എടുക്കാതെ ഇനി അനങ്ങാൻ പറ്റില്ല, എടുത്തോളൂ. അപ്പോൾ അങ്ങനെ പടം തൂവാനത്തുമ്പികളുടെ നിർമ്മാതാവായി മാറി ഗാന്ധിമതി ബാലൻ. പക്ഷേ നിങ്ങളിപ്പോഴും യൂട്യൂബിൽ അടിച്ച് നോക്കൂ, ആ പടത്തിൻ്റെ നിർമ്മാതാവ് എന്നെഴുതി കാണിക്കുന്നത് സ്റ്റാൻലിയാണ്, പി സ്റ്റാൻലി. അതിൻ്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ, അതുവരെ മുടക്കിയ പൈസ എല്ലാം കൊടുത്ത് സ്റ്റാൻലിക്ക് കൊടുത്ത് എല്ലാം എഴുതി വാങ്ങിച്ചു. പടത്തിൻ്റെ മുഴുവൻ റൈറ്റും ഗാന്ധിമതി എഴുതി വാങ്ങി. പക്ഷേ പടത്തിൻ്റെ ഡബ്ബിങ്ങും എഡിറ്റിങ്ങും റീ റെക്കോർഡിങ്ങും എല്ലാം കഴിഞ്ഞ് ടൈറ്റിൽ ചെയ്യുന്ന സമയമായപ്പോൾ ഒരു കാർഡ് മാത്രം അത് കാണാനില്ല, കാരണം ഗാന്ധിമതി ബാലൻ്റെ പേര് കാണാനില്ല. അപ്പോൾ പത്മരാജൻ ചോദിച്ചു, എന്താ ബാല നിൻ്റെ പേരില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, എൻ്റെ പേര് വേണ്ട, ഈ പടത്തിൻ്റെ മുഴുവൻ റൈറ്റും എനിക്ക് എഴുതി കിട്ടിയല്ലോ. പക്ഷേ ആ പടത്തിൻ്റെ പിന്നാലെ നടന്നൊരു മനുഷ്യനുണ്ട്, സ്റ്റാൻലി. നിർമ്മാതാവിൻ്റെ പേര് പി സ്റ്റാൻലി എന്ന് വെച്ചാൽ മതി. ആര് പറയും, നിങ്ങൾ ആലോചിച്ച് നോക്കും. അതാണ് ഈ പറയുന്ന ഗാന്ധിമതി ബാലൻ. അദ്ദേഹം പറഞ്ഞു, പടത്തിൽ അദ്ദേഹത്തിനൊന്നും കിട്ടാനൊന്നുമില്ല, എല്ലാം ഞാൻ കൊടുത്തു, പക്ഷേ ഈ പടത്തിൻ്റെ പ്രോജക്റ്റ് ആദ്യമായിട്ട് തുടങ്ങുന്നത് സ്റ്റാൻലി അല്ലേ, അദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കുന്നത് ശരിയാണോ? എനിക്കതുകൊണ്ടൊരു ലാഭം ഉണ്ടാകില്ല, കാരണം ഗാന്ധിമതി ബാലൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ തൂവാനത്തുമ്പികളുടെ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ എന്ന് തിയേറ്ററിൽ എഴുതി കാണിച്ചുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല. എന്നാൽ ആ മനുഷ്യന് അതൊരു വലിയ സന്തോഷമായിരിക്കും, അദ്ദേഹത്തിൻ്റെ പേര് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തൂവാനത്തുമ്പികളിൽ സ്റ്റാൻലിയുടെ പേര് തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. തൂവാനത്തുമ്പികൾ നിന്നു പോകുന്ന അവസ്ഥയിൽ ഗാന്ധിമതി വിതരണം ഏറ്റെടുക്കുകയും ഗാന്ധിമതിയെ വിശ്വസിച്ച് മോഹൻലാൽ പൈസ മുടക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ആ പടം ചിലപ്പോൾ അകാലത്തിൽ ചത്തുപോയെന്നെ, ചിലപ്പോൾ പിന്നെ വേറെ ആരെങ്കിലും ചെയ്തു തന്നെ. പക്ഷേ എങ്കിൽ പോലും സ്മൂത്തായിട്ട് നടന്നത് ഗാന്ധിമതി ബാലനൊരു കാര്യം ഏറ്റാൽ
അത് നടത്തിയിരിക്കും എന്നുള്ളൊരു വാശി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത്, ആ വിശ്വാസത്തിലാണ് മോഹൻലാലും പത്മരാജനും അത് ചെയ്തത്. ബാലൻ്റെ സാമീപ്യവും എൻ്റെ സെറ്റിലൊരു ബലമാണെന്ന് എപ്പോഴും പറഞ്ഞിരുന്ന ആളായിരുന്നു പത്മരാജൻ. ഗാന്ധിമതി ബാലൻ പറയുന്നൊരു വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, തൂവാനത്തുമ്പികളിൽ നിന്ന് അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ല. അദ്ദേഹം പറയുന്നത്, ഇന്നത്തെ ചെറുപ്പക്കാരായിരുന്നുവെങ്കിൽ തൂവാനത്തുമ്പികളെ ഒരു വലിയ സൂപ്പർ ഹിറ്റ് സിനിമയായിട്ട് കൊണ്ടു നടത്തണം. കാരണം ഇവിടുത്തെ ചെറുപ്പക്കാരല്ലേ ഇപ്പോൾ പ്രേമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും ക്ലാരയുടെയും ജയേഷിൻ്റെയും കാര്യമല്ലേ പറയണേ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ പ്രായത്തിലാണ് ഞാൻ ആ സിനിമ എടുക്കുന്നത്. അന്നത്തെ ആ തലമുറ അതുപോലെ അത് സ്വീകരിച്ചിരുന്നെങ്കിൽ എൻ്റെ തൂവാനത്തുമ്പികൾ വലിയ ഹിറ്റായനെ, എനിക്ക് ലാഭം കിട്ടിയേനെ. പക്ഷെ ഒന്നും കിട്ടിയില്ല ആ പടത്തിൽ നിന്നാണ് ഗാന്ധിമതി ബാലൻ പറയാറ്. 1978 നക്ഷത്രങ്ങളെ കാവൽ എന്ന് പറഞ്ഞ സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് താര ഹോട്ടൽ, ഇപ്പോഴത്തെ SVT ആശുപത്രിയിൽ നടക്കുകയാണ്. അവിടെ ലൊക്കേഷനിൽ ചെന്ന് സിനിമാക്കാരനായിട്ടില്ലാത്ത ബാലൻ പരിചയപ്പെട്ടു പത്മരാജനെ. കാരണം ഈ പറയുന്ന നക്ഷത്രങ്ങളെ കാവൽ എന്ന് പറഞ്ഞ നോവൽ ഒരുപാട് തവണ വായിച്ചിട്ടുള്ള ആരാധന മൂത്താണ് അത് ഷൂട്ട് നടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അവിടെ ചെന്ന് പത്മരാജനെ പരിചയപ്പെട്ടത്. അവസാന ശ്വാസമെടുക്കുമ്പോൾ ഒന്നും അറിയാതെ സമീപത്ത് കിടന്നവനായി ഗാന്ധിമതി ബാലൻ മാറി. പിന്നീട് എന്താ പറയുക, നക്ഷത്രങ്ങളെ കാവൽ സെറ്റിൽ പരിചയപ്പെട്ട അന്നു മുതൽ മരിക്കുന്നത് വരെയും, അവസാന ശ്വാസം എടുക്കുന്നത് വരെയും ഗാന്ധിമതി ബാലൻ പത്മരാജനോടൊപ്പം ഉണ്ടായിരുന്നു. ഭിന്നശേഷിക്കാരിയായ ഒരു കുഞ്ഞിൻ്റെ കഥ പറയുന്ന നൊമ്പരത്തി പൂവ് എടുത്താൽ മുടക്കുന്ന പണം തിരികെ കിട്ടുമോ എന്ന് ഉറപ്പില്ല എന്ന് പത്മരാജൻ തന്നെ ഗാന്ധിമതി ബാലനോട് പറഞ്ഞു. പക്ഷേ പത്മരാജൻ എന്ന എഴുത്തുകാരൻ്റെ ചിന്തയിലുള്ള സിനിമ എടുക്കാൻ ഗാന്ധിമതി തയ്യാറായി. അത് ഓടുമോ ഇല്ല എന്നുള്ള പിന്നത്തെ കാര്യം, പാപ്പേട്ട ധൈര്യമായിട്ട് എടുത്തോ, ഞാനുണ്ട് എന്ന് പറഞ്ഞാണ് എടുപ്പിച്ചത്. പത്മരാജൻ യാത്ര പറഞ്ഞിട്ട് 33 വർഷം കഴിഞ്ഞു. ഈ 33 വർഷവും പത്മരാജനെ ഓർത്ത ഒരേ ഒരു സിനിമാക്കാരനെ ഉണ്ടാവുകയുള്ളൂ, അത് ഗാന്ധിമതി ബാലനായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാം. ഈ 33 വർഷവും അദ്ദേഹം പത്മരാജനെ ഓർത്തിരിക്കും എല്ലാ ദിവസവും. 46 വർഷം മുമ്പ് നക്ഷത്രങ്ങളെ കാവലിൻ്റെ തിരുവനന്തപുരത്തെ സെറ്റിൽ പരിചയപ്പെട്ട പത്തനംതിട്ടക്കാരനായ കാപ്പിൽ കുടുംബത്തിലെ, എലന്തൂരിലെ കാപ്പിൽ കുടുംബത്തിലെ അംഗമായ ഗാന്ധിമതി ബാലൻ വിവാഹത്തോടെയാണ് തിരുവനന്തപുരത്തേക്ക് ജീവിതം പറിച്ചു നട്ടത്. അതുവരെ അദ്ദേഹം പത്തനംതിട്ടക്കാരനായിരുന്നു. പ്ലാന്ററായിരുന്നു അച്ഛൻ. പിതാവിൻ്റെ പാതയിലൂടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിൽക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് കസ്തൂരി ശ്രീകാന്ത് എന്ന് പറഞ്ഞ തലസ്ഥാനത്തെ ആദ്യത്തെ ഇരട്ട തിയേറ്ററാണല്ലോ കസ്തൂരി ശ്രീകാന്ത്. ആ തിയേറ്റർ സമുച്ചയം അദ്ദേഹം വാങ്ങുന്നത്. പിന്നെ അത് അദ്ദേഹം വാങ്ങിയ ശേഷം അത് ധന്യരമ്യ തിയേറ്റർ എന്നാക്കി. അതിനുശേഷം അത് മുത്തൂറ്റിന് കൈമാറി. ബാലചന്ദ്രമേനോൻ 1982 സംവിധാനം ചെയ്ത ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലൂടെയാണ് നിർമ്മാണ രംഗത്തേക്ക് അദ്ദേഹം വരുന്നത്. നിർമ്മാണം മുടങ്ങുന്ന ഘട്ടത്തിലാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് പറഞ്ഞ പടവും ആദ്യമായിട്ട് നിർമ്മിക്കാനായിട്ട് ഗാന്ധിമതി ബാലൻ തയ്യാറാവുന്നത്. വിതരണം ഏറ്റെടുത്ത സെഞ്ചുറിയുടെ ഉടമസ്ഥൻ സിനിമാ നിർമ്മാണത്തിലെ വരും വരായികൾ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾ ഈ സിനിമ കയറി ഏറ്റെടുത്താൽ ഇങ്ങനെയൊക്കെ വരാം എന്ന് ആ പടത്തിൻ്റെ വിതരണക്കാരൻ പറഞ്ഞിട്ട് പോലും, സെഞ്ചുറി പറഞ്ഞിട്ട് പോലും ബാലൻ പറഞ്ഞു സാരമില്ല ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹം പിന്മാറിയില്ല. അന്ന് ഗാന്ധിമതി ബാലന് 24 വയസ്സേ ഉള്ളൂ നിർമ്മാതാവാകുമ്പോൾ. ഗാന്ധിജിയുടെ ആരാധനയിൽ അമ്മയ്ക്കിട്ട പേരാണ് ഗാന്ധിമതി ദേവി. എന്നിട്ട് ഗാന്ധിജിയോടുള്ള ആരാധന കൊണ്ട് ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ പേര് തന്നെ ബാനറാകാം എന്ന് വിചാരിച്ചിട്ടാണ് ഗാന്ധിമതി ഫിലിംസ് എന്ന് പേരിട്ടത്. ഇത്തിരി നേരം ഒത്തിരി കാര്യം വലിയ വിജയമായി മാറി. 42 വർഷമായി ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് പറഞ്ഞ സിനിമ വന്നിട്ട്. അപ്പോൾ 42 വർഷക്കാലമായി മലയാള സിനിമയുടെ ഗതിവിഗതികൾ നിരീക്ഷിച്ച് കൂടെ നിന്ന ആളായിരുന്നു ഗാന്ധിമതി ബാലൻ എന്ന് പറയാം. ബാലചന്ദ്രമേനോൻ്റെ പ്രതാപകാലം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തിരി നേരം ഒത്തിരി കാര്യവും ഓടിയത്. കാരണം അന്ന് മേനോൻ ചെയ്യുന്ന എല്ലാ പടവും 50 ദിവസം 100 ദിവസമാണ്, 100 ദിവസം 150 ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി നേരം ഒത്തിരി കാര്യവും നന്നായിട്ട് ഓടി. ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന എൻ്റെ ആദ്യകാല സുഹൃത്തുക്കളിൽ ഒരാളാണ് ബാലചന്ദ്രൻ. ശരിക്കും ബാലചന്ദ്രനെ എന്നെ ഇവിടെ കൂട്ടിമുട്ടിക്കുന്നതും നമ്മുടെ ഫ്രണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ത്രൂ വീഴുന്ന വഴിയാണ്. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം പങ്കിട്ട് പോകുന്നു. അങ്ങനെ മേനോനും കത്തിക്കയറി വന്നുകൊണ്ട് ഫാമിലി പടങ്ങളുടെ ഏറ്റവും ശക്തനായ വ്യക്തമായിട്ട് കയറി വരുന്ന സമയത്താണ് ഞാനും ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്നുള്ള പടം മേനെ വെച്ചിട്ടെടുക്കുന്നത്. ആ പടം എടുത്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും സൗഹൃദം കൂടുതൽ ശക്തമായി അങ്ങനെ വന്നു. ഈവൻ മേനൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് നടത്തി
കാര്യങ്ങളിലും ഒരു കുടുംബം പോലെ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്ന കാലമുണ്ട്. ആ കാലത്തിൽ നിന്ന് മാറി സിനിമാ വ്യവസായത്തോട് കയറുന്ന സമയമായപ്പോഴത്തേക്ക് മേനെ വെച്ച് പടം ചെയ്യാൻ മേൻ്റെ കല്യാണ ദിവസം ഞാൻ മേനൊരു അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ അത് പിന്നീട് ഇപ്പം മേനൻ്റെ തിരക്ക് കാരണം ഓരോ ഇത് വരുമ്പോൾ എൻ്റെ പടം മാറ്റി വെക്കും. ഇങ്ങനെ വന്ന് അപ്പോൾ ഇത് എപ്പോഴും ഉള്ളൊരു സംഭവം ഉണ്ടെന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ മേൻ ഗീതയിൽ 500 ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഗീതയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മേൻ്റെ നമുക്ക് ഇനി അടുത്ത പടം ഞാൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അവിടെ ആ റൂമിൽ വേണുമാകുള്ളി ഉണ്ടായിരുന്നു. വേണുമായിട്ട് എപ്പോഴും നമ്മൾ വലിയ അടുപ്പമുണ്ട്. ഞാൻ ഇവരെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്യുമ്പം മേനോൻ്റെ എല്ലാ സംരംഭങ്ങളും തൊട്ട് പുറയിൽ വേണുമാവുള്ളിയും മണിയമ്പള രാജുവും ഇങ്ങനെ നിഴൽ പോലെ കൂടുണ്ട്. അതിന് വേണുവിനെക്കുറിച്ച് എനിക്ക് അറിയുകയും ചെയ്യാം. വേണുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായമുണ്ട്, എൻ്റെ കഴിവിനെക്കുറിച്ചൊക്കെ എനിക്ക് ബോധമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം മേന എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ബാത്റൂമിൻ്റെ ഇവിടെ പോകുന്നിട്ട് വലിയ കണ്ണാടിയുണ്ട്, സ്യൂട്ടറുമായിട്ട് അതോട്ട് കണ്ണാടിയുടെ മുന്നേ നിന്നിട്ട് കണ്ണാടി നോക്കിയിട്ട് ഞാൻ ഈ കണ്ണാടിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ബാലിൻ്റെ കാര്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് വേണുനാഗുള്ളിക്ക് ചാൻസ് കൊടുത്തുകൂടാ? വേണുനാഗുള്ളിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഞാൻ പറഞ്ഞു വേണേ അത് ഒന്ന് ആലോചിക്കണം. കാരണം വേണുവിൻ്റെ ഒരു സിൻസിയറിറ്റിയുടെ കൂടുതലുകൊണ്ട് വേണു ചിലപ്പോൾ ഷോർട്ട് ടെമ്പേർഡ് ആയിക്കഴിഞ്ഞാൽ ആൾ വയലൻ്റ് ആവും. അത് വേണുവിൻ്റെ സ്വഭാവം. അപ്പോൾ ഒരു പടം സംവിധാനം ചെയ്യാൻ സംവിധാനമായിട്ട് വരുമ്പോൾ അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലല്ലാതെ തോന്നി. അപ്പം എന്നോട് പറഞ്ഞു, ബാലനാഥ് ഒരു വശമാണ്, അത് വേണ്ട ഒരു വശം. പക്ഷെ വേറൊരു വലിയ നല്ല മനസ്സുള്ള ഒരു വലിയ വശവും കഴിവും അതിനിപ്പോഴും ഒരു ഭയങ്കര വർക്കഹോളിക്കാണ്. പക്ഷെ എന്തായാലും എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത് ഇത് ഒരു വലിയ സംഭവമായിട്ട് മാറും. ബാലൻ വേണുവിനെ വെച്ച് പടം ചെയ്യും, ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യും, അത് നന്നായിരിക്കുന്നു. ഞാൻ വീണ്ടും ഇത് ആലോചിച്ച് ഞാൻ നാളെ പറയാം. നമ്മൾ ഞാനൊരു പോകുന്നു വീട്ടിൽ വന്ന് ഞാൻ കൂടുതൽ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് വേണുവിനെ വെച്ച് പടം ചെയ്തു പോകും? ചിലപ്പോൾ അതൊരു വലിയൊരു വഴിത്തിരിവാകട്ടെ. ഈ വേണുവിൻ്റെ സ്ഥിരം ഉള്ള നിരാശകാമകനായിട്ടുള്ള ഈ വേഷങ്ങൾ മാത്രമല്ലാതെ വേറൊരു കഴിവുണ്ടെന്നുള്ളതും, കാരണം നല്ല ഭാഷയുണ്ട്, പാട്ടുണ്ട്, എല്ലാം അങ്ങനെയാണ് വേണുനാഗുള്ളിയെ തന്നെ ഫിക്സ് ചെയ്ത് ആ പടം തുടങ്ങാൻ കാരണം. അത് സോമദേവി എന്നുള്ള പടം വേണുനാഗുള്ളി ഫസ്റ്റ് സംവിധാനം ചെയ്യാനുള്ള റീസണിൻ്റെ അത് ഒരു മുഖ്യ പങ്ക് ബാലേന്ദ്രമേനോനുണ്ട് എന്നുള്ളത് ഞാൻ ഈ തരത്തിൽ അനുസ്മരിക്കുകയാണ്. എൻ്റെ ഒരു റീസൺ അതാണ്. പിന്നെ അതിനുശേഷം അത് കഴിഞ്ഞ് പിന്നെ വേണുവിൻ്റെതായ ഒരു മേഖല വേണു സൃഷ്ടിച്ച് വേണു സ്വന്തം പോയി. പക്ഷേ മേനോൻ അന്ന് പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റായിരുന്നു. ഞാൻ എടുത്ത പടങ്ങൾ വെച്ചിട്ട് നമ്മളൊരു പിക്നിക്കിന് പോകുന്ന മൂഡിലെടുത്തൊരു പടമായിരുന്നു സുമോദേവി. കാരണം യാതൊരു ടെൻഷനുമില്ല, എല്ലാം സുഹൃത്തുക്കൾ ആത്മാവിൽ തട്ടിയുള്ളൊരു പടമായിരുന്നു വേണുവിൻ്റെ മനസ്സിൽ. അത് അത്ര തട്ടിയുള്ള വേണുവിൻ്റെ മനസ്സിനെ സ്പർശിച്ച് വേണ്ട സ്വന്തം ജീവിതമെന്ന് വേണു പറയുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ഒരു സിനിമയായിരുന്നു. അതിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മളോട് രാവിലെ കണ്ട ആരോടും ചോദിക്കാം, സുഖമാണോ ചോദിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് സുഖകരമായിട്ടെടുത്തൊരു പടമാണത്. അതാണ് ആ പടത്തിൻ്റെ ഒരു ഓർമ്മ, വേണുവിനോടുള്ള ഓർമ്മ. ഇന്നും അതെന്നെ വല്ലാതെ സ്പർശിച്ച ഒരു ബന്ധമായിരുന്നു. അതിൻ്റെ പിന്നാലെ വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയ പാലം അപകടത്തിൽ എന്ന് പറഞ്ഞ ഒരു കഥയിൽ നിന്ന് KG ജോർജ് തിരക്കഥ എഴുതി. കാർട്ടൂണിസ്റ്റ് യേശുദാസൻ സംഭാഷണം എഴുതി. അങ്ങനെ ചെയ്ത സിനിമയാണ് പഞ്ചവടി പാലം. പാലം അപകടത്തിൽ എന്നാണ് വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയ കഥയുടെ പേര്. വേളൂർ കൃഷ്ണൻകുട്ടി അതിനു മുമ്പ് മാസപ്പടി മാതുള്ള എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കും കഥ എഴുതിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ദുശാസനക്കുറുപ്പ്, ഭാര്യ മണ്ടോദരി, അനാർക്കലി എന്ന് പറയുന്ന കൽപ്പനയുടെ ഒരു വേഷം. അപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ദുശാസനക്കുറുപ്പായത് ഭരത് ഗോപിയായിരുന്നു. ചിരിപ്പിച്ച് നമ്മളെ മണ്ണ് കപ്പിച്ചു എന്ന് പറയാം. അതുപോലെ ദുശാസനക്കുറുപ്പിൻ്റെ ഭാര്യ മണ്ടോദരി ആയത് ശ്രീവിദ്യയായിരുന്നു. കൽപ്പന ചെയ്ത വേഷം അനാർക്കലി എന്ന് പറഞ്ഞൊരു മുസ്ലിം വേഷമായിരുന്നു. തിലകൻ്റെ ഇസാക്ക് തരകൻ, ശുഭയുടെ പൂതന, ശുഭ അഭിനയിച്ച ക്യാരക്ടറുടെ പേരാണ് പൂതന, വേണുനാഗുള്ളി ചെയ്ത ജിമുദവാഹനൻ ഒക്കെ തിയേറ്ററിൽ ചിരി പരത്തിയ വേഷങ്ങളായിരുന്നു. അതിൽ ശ്രീനിവാസൻ നടക്കാൻ പറ്റാത്ത ഈ ഉരുട്ടുവണ്ടിയിൽ യാത്ര ചെയ്യുന്ന കാത്തവരായൻ എന്നാണ് ശ്രീനിവാസൻ്റെ പേര്. ഒരു നല്ല പ്രസംഗം കേട്ട് ഞാൻ എണീറ്റ് തുടങ്ങിയതാണ്. രാഷ്ട്രീയക്കാരുടെ പ്രസംഗം കേൾക്കാൻ എല്ലാ പ്രസംഗം നടക്കുന്നിടത്തും പോകുന്ന ആളാണ് ഈ കാത്തവരായൻ. അങ്ങനെ ഒരു പ്രസംഗം കേട്ട് ആവേശമൂത്ത് ഞാനിങ്ങനെ എണീക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രസംഗം തീർന്നത്. അങ്ങനെ പറയുന്ന ഒരു ഉഗ്രം ക്യാരക്ടറായിരുന്നു അത്. അതുപോലെ തന്നെ നെടുപടി വേണു അഭിനയിച്ച ശിഖണ്ഡിപ്പിള്ള, ഈ പറയുന്ന എന്താ പറയുക ദുശാസനക്കുറുപ്പിനെ എല്ലാം വഴിതെറ്റിക്കുന്നത് ഈ ശിഖണ്ഡിപ്പിള്ളയാണ്. നെടുപടി വേണുമൊക്കെ ആ പടത്തിൽ ചെയ്തിരിക്കുന്ന കണ്ടാൽ മനോഹരമായ ചിരിപ്പിച്ച് മണ്ണ് കപ്പിച്ച സിനിമയായിരുന്നു പഞ്ചവടിപ്പാലം. രാജീവ് അഞ്ചൽ ഒരു ആറിൻ്റെ കുറുകെ ഒരു പാലം കെട്ടി. ഒരു പാലം
തകർന്നു പോകുന്നതും രണ്ടാമത് പുതിയ പാലം വരികയും ആ പാലം പൊളിഞ്ഞു വീഴുന്നതാണല്ലോ സബ്ജക്റ്റ്. ഈ രാഷ്ട്രീയത്തിൻ്റെ അഴിമതി കൊണ്ട് നമ്മളെ ഇവിടെ എറണാകുളത്ത് പാലം പൊളിഞ്ഞ് കമ്പിയില്ലാത്ത ഒരു പാലം ഈ അടുത്ത കാലത്ത് പൊളിഞ്ഞല്ലോ. പഞ്ചവടി പാലം എത്ര വർഷം മുമ്പേ ദീർഘവീക്ഷണമുള്ള വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പോൾ രാജീവ് അഞ്ചൽ ഈ ആറ്റിന് കുറുകെ പാലം ഇട്ടു, പാലം ഉണ്ടാക്കി സിനിമയ്ക്ക് വേണ്ടി. പാലം ഉണ്ടാക്കിയപ്പോൾ ആളുകൾക്ക് ഭയങ്കര അതിശയം. കാരണം എത്രയോ കിലോമീറ്റർ കറങ്ങി പോകുന്നതിന് പകരം ഈ പാലത്തിൽ കൂടെ പോകാം. ആളുകൾ അതിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് സിനിമയ്ക്ക് വേണ്ടി പാലം പൊളിയുന്ന സീനെടുത്തു. പാലം പൊളിയുന്ന സീനെടുക്കാൻ പോയപ്പോൾ ക്രെയിനൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വലിച്ചു പൊളിച്ചൊക്കെ എടുക്കുന്ന ഫൈറ്റ് മാസ്റ്ററൊക്കെ വന്ന് എടുക്കുന്ന സീൻ എടുക്കാനാണ്. ഈ പാലം പൊളിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ നാട്ടുകാർ തടഞ്ഞു. പൊളിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. അയ്യോ ഇത് സിനിമയ്ക്കിട്ട സെറ്റാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പൊളിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഈ പാലം പൊളിയുന്ന സീൻ അന്ന് എടുക്കാൻ പറ്റിയത്. ഒരുപാട് കാശ് ചിലവാക്കിയാണ് പാലം പണിതത്. അതുപോലെ തന്നെ അദ്ദേഹം സിനിമാ നിർമ്മാണം കുറച്ച് കൊണ്ടുവരുന്ന സമയത്താണ് ഗുഡ് നൈറ്റ് മോഹൻ്റെ സിനിമകൾ തുടരെ അദ്ദേഹം സിനിമാ നിർമ്മാണം തുടങ്ങിയത്. അങ്ങനെ ഊട്ടിയിൽ ചിത്രീകരണം തുടങ്ങുന്ന കിലുക്കം എന്ന് പറഞ്ഞ പടത്തിൻ്റെ നിർമ്മാണം ഒന്ന്, അതായത് കോടികൾ വാരി എടുക്കുന്നതുകൊണ്ട് ഗുഡ് നൈറ്റ് മോഹൻ ലൊക്കേഷനിലൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ പോകാതിരിക്കുമ്പോൾ എന്ത് പറ്റുന്നുണ്ടാൽ ഇഷ്ടം പോലെ ആളുകൾ കാശടിച്ചു മാറ്റും. അപ്പോൾ വിശ്വസ്തനായ ഒരാൾ സെറ്റിലുണ്ടെങ്കിൽ ആ പൈസ വെട്ടിക്കുന്നത് തടയാമെന്ന് വിചാരിച്ചിട്ട് ഗുഡ് നൈറ്റ് മോഹൻ ചോദിച്ചു, ബാലൻ എൻ്റെ സിനിമ നിർമ്മാണം ഒന്ന് നിങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച് നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടൊന്നും എനിക്ക് പറ്റില്ല, ഞാനൊരു പ്രൊഡ്യൂസറാണെന്നുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനാണെന്നുള്ള രീതിയിലുള്ള ചുമതല തരാമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് അദ്ദേഹം വാക്ക് കൊടുത്തു. മോഹൻ ഉറപ്പ് കൊടുത്തു. ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞു, പിന്നെ ബാലൻ്റെ സിനിമയായിട്ട് തന്നെ ബാലൻ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രൊഡ്യൂസറായിട്ട് നിന്ന് തന്നെ ഗുഡ് നൈറ്റ് മോഹൻ്റെ കിലുക്കം തീർത്തു. അതിൻ്റെ പിന്നാലെ അദ്ദേഹം സ്ഫടികത്തിനും അതേ ജോലി ചെയ്തു. ഞാനൊരു കൗതുകത്തിന് ഇത് വരുന്നതിന് മുമ്പായിട്ട് ഈ കിലുക്കം എന്ന് പറഞ്ഞ പടത്തിൽ ഗാന്ധിമതി ബാലൻ്റെ എന്താണ് ഡെസിഗ്നേഷൻ വെച്ചിരിക്കുന്നത് നോക്കുമ്പോൾ പടം തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്ന താങ്ക്സ് കാർഡ്, താങ്ക്സ് ഗാന്ധിമതി ബാലൻ എന്നാണ് എഴുതി കാണിക്കുന്നത്. അല്ല വേറെ ഒന്നും അതിലെഴുതി കാണിച്ചിട്ടില്ല. കിലുക്കത്തിലെ ആദ്യ കാർഡ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി ഗുഡ് നൈറ്റ് മോഹനോട്. സ്ഫടികത്തിലും ഗുഡ് നൈറ്റ് മോഹന് വേണ്ടി ലൊക്കേഷനിൽ നിന്ന് ഷൂട്ട് ചെയ്തത് ഗാന്ധിമതി ബാലനായിരുന്നു. ശ്രീകാന്ത് കസ്തൂരി തിയേറ്ററിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് ശ്രീകാന്ത് കസ്തൂരി തിയേറ്ററിൽ ഗാന്ധിമതി ബാല ഒരു സിനിമ കാണാൻ പോയി. ഇരിക്കാൻ കിട്ടിയത് ഒരു പൊട്ടിപ്പൊളിഞ്ഞ കസേരയായിരുന്നു. ആ കസേര ഉടക്കി ഷർട്ട് കീറിയപ്പോൾ പടം വിട്ടപ്പോൾ ഗാന്ധിമതി ബാലൻ ഓഫീസിൽ ചെന്ന് മാനേജറുടെ പറഞ്ഞു, ഏയ് നിങ്ങൾ ഈ കസേരയൊക്കെ ഒന്ന് നന്നാക്കണം കേട്ടോ, എൻ്റെ ഷർട്ട് കീറി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന സീറ്റിലിരുന്ന ആൾ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും സാറേ, ഈ തിയേറ്റർ സാറ് തന്നെ വാങ്ങിക്കി, എന്നിട്ട് സാറ് പുതിയ കസേരയൊക്കെ പണിതാൽ മതി എന്ന് പറഞ്ഞു. അതൊരു ചലഞ്ചായിട്ട് ഗാന്ധിമതി ബാലനെടുത്തു. അങ്ങനെയാണ് അദ്ദേഹം ഈ പറയുന്ന ശ്രീകാന്ത് കസ്തൂരി തിയേറ്റർ വാങ്ങി പുതുക്കി പണിത് ധന്യരമ്യ തിയേറ്ററാക്കി മാറ്റിയത്. വേണു നാഗവള്ളിയുടെ ആദ്യ ചിത്രം സുഗമോദേവി നിർമ്മിച്ചത് അദ്ദേഹമായിരുന്നു. വലിയ വിജയമായിരുന്നു സുഗമോദേവി. ഈ സുഗമോദേവി എന്ന് പറഞ്ഞ പടം, അപ്പോൾ തക്കാട് പോസ്റ്റ് ഓഫീസിൻ്റെ എതിർവശത്തൊരു വഴി ഉണ്ടാകത്തേക്ക്, ആ വഴി കയറുമ്പോൾ ലെഫ്റ്റിലിരിക്കുന്ന ആദ്യത്തെ വീട് ഒരുപാട് മുല്ലവള്ളികളൊക്കെ പടർന്നു കിടക്കുന്ന ഒരു ആശ്രമം പോലെ തോന്നുന്ന ഒരു കൊച്ചു വീട്ടിലാണ് വേണുനാഗവള്ളി താമസിക്കുന്നത്. അവിടുന്ന് മൂന്നാമത്തെ ബിൽഡിങ്ങാണ്, വഴി അവസാനിക്കുന്നതാണ് ഗാന്ധിമതിയുടെ ഓഫീസ്. ഞാൻ ഈ തക്കാട് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ഇത് അന്വേഷിച്ച് പിടിച്ച് ചെന്ന് വേണുനാഗവള്ളിയുടെ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ ഇറങ്ങി വന്ന് എന്താ എന്ന് ചോദിച്ചു. നല്ല കുലീനത്വമുള്ള അമ്മ. ഞാൻ പറഞ്ഞു, വേണിച്ചേട്ടനെ ഒന്ന് കാണാൻ. അയ്യോ ഉറങ്ങുകയാണ് കേട്ടോ, ഉറക്കത്തിൽ വിളിച്ചാൽ അവന് ഭയങ്കര ദേഷ്യം വരും, മുൻകോപക്കാരനാണ്, പോയിട്ട് കുട്ടി ഒരു കാര്യം ചെയ്യൂ, ഒരു മണിക്കൂർ കഴിഞ്ഞ് വാ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കൂടെയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി വഴുതക്കാട് വഴിയൊക്കെ നടന്ന് വിമൻസ് കോളേജ് അവിടെ ഇവിടെ ആദ്യമായിട്ട് കാണുകയാണ്. അവിടെയൊക്കെ എല്ലാം കണ്ട് നേരെ തിരിച്ചു വന്ന് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്ന് ബെല്ലടിക്കാനായിട്ട് ഇങ്ങനെ അടിക്കാൻ പോയത് നോക്കുമ്പോൾ അകത്ത് വേണുനാഗവള്ളി ഒരു കപ്പ് സോസറിൽ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുക, ഉറക്കം എണീറ്റ് ചായ കുടിക്കുക. ഞാൻ പതുക്കെ വാതിലിൽ മുട്ടി. അദ്ദേഹം ഗേറ്റിലേക്ക് കടന്നു വന്നിട്ട് എന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ദിനേശ്. ആ ചേട്ടനൊരു സുഗമോദേവി എന്ന് പറഞ്ഞൊരു സിനിമ സ്വന്തമായി സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതെ, അതിലെനിക്കൊന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇല്ല ഇതിലെല്ലാം ആളായിപ്പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കയറി അകത്ത് കളഞ്ഞു. ഗേറ്റ് പോലും തുറന്നില്ല. അത് ഞാൻ മുമ്പൊരു കഥയിൽ പറഞ്ഞു, വേണുചേട്ടൻ്റെ കഥയിൽ. ഞാൻ വീട്ടിൽ വന്ന് എനിക്ക് ഭയങ്കര എന്നെ ഇൻസൾട്ട് ചെയ്തപോലെ തോന്നി. ഞാനൊരു കത്തെഴുതി, ഒരുപാട് വാരി വലിച്ചെഴുതി. അതിൻ്റെ അവസാനം ഞാൻ എഴുതി, മലയാള സിനിമയിൽ താങ്കളൊരു പെരുന്തനിച്ചനായി ചിലപ്പോൾ ഉണ്ടാവാം, അവിടെ ഒരു ചെല്ലപ്പനാശ്ശേരിയായിട്ട്, തകരയിലെ ക്യാരക്ടറാണല്ലോ ചെല്ലപ്പനാശ്ശേരിയായിട്ട് ഞാനും ഉണ്ടാവും എന്ന് പറഞ്ഞൊരു കത്തെഴുതി ഇല്ലാത്ത പൈസ ഉണ്ടാക്കി രജിസ്റ്റേർഡായിട്ട്, അന്ന് 5 രൂപ എന്തോ വേണം രജിസ്റ്റർ ചെയ്ത് അയച്ചു കൊടുത്തു വേണുനാഗവള്ളിക്ക്. എനിക്കിപ്പോൾ ഗാന്ധിമതി ബാലൻ എന്ന് പറഞ്ഞ ബാലേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സുഗമോദേവി എനിക്ക് ഓർമ്മ വരുന്നു. വെള്ളായണിയിലൊക്കെയാണ് സുഗമോദേവിയിലെ ശങ്കറിൻ്റെ വീടൊക്കെ ഷൂട്ട് ചെയ്തത്.
വലിയ വിജയമായിരുന്നു. ശശികുമാർ സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച ലോ ബഡ്ജറ്റ് സിനിമ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 10-ാം ഉദയം. അത് കാളിചരൺ എന്ന് പറഞ്ഞ ഹിന്ദി സിനിമ റീമേക്ക് ചെയ്തതായിരുന്നു. വലിയ ലാഭം ഉണ്ടാക്കിയ ചിത്രമായിരുന്നു 10-ാം ഉദയം. പത്മരാജൻ്റെ 3-ാം പക്കം, തിലകൻ പ്രധാന വേഷം ചെയ്ത സിനിമ നല്ല പേരും നല്ല കളക്ഷനും ഉണ്ടാക്കി. ഞാൻ അതിൻ്റെ ഹോട്ടൽ നിരഞ്ജൻ എന്ന് പറഞ്ഞ നാഗർകോവിലുള്ള സെറ്റിൽ ഞാൻ പോയിരുന്നു. ആ ഹോട്ടലിൽ പോയിരുന്നു അശോകനെ കാണാൻ. അശോകൻ ഊഴം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ അഡ്വാൻസ് വാങ്ങിയിട്ട് സമയത്തിന് എത്താത്തതുകൊണ്ട് അന്വേഷിക്കാൻ പോയത് 3-ാം പക്കത്തിൻ്റെ സെറ്റിലായിരുന്നു. ശശികുമാർ സാർ സംവിധാനം ചെയ്ത എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ് എന്നുള്ള പാട്ടൊക്കെയുള്ള പിക്നിക് എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ ശശികുമാർ സാർ തന്നെ റീമേക്ക് ചെയ്തു, നാഗപഞ്ചമി എന്നുള്ള പേര്. നസീർ സാർ അഭിനയിച്ച വേഷം സുരേഷ് ഗോപിയും, MG സോമൻ അഭിനയിച്ച വേഷം സായി കുമാറും, ലക്ഷ്മി അഭിനയിച്ച വേഷം ശോഭനയും വച്ചായിരുന്നു നാഗപഞ്ചമി ചിത്രീകരിച്ചത്. പക്ഷേ ദയനീയമായി ഒരു ശ്രദ്ധയും നേടാതെ പരാജയപ്പെട്ടു പോയി. അതുപോലെ പത്മരാജ സാറ് തിരക്കഥ എഴുതി ജോഷി സാർ സംവിധാനം ചെയ്ത ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് ഗാന്ധിമതി നിർമ്മിച്ച ചിത്രമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ, ഫാസിലായിരുന്നു സംവിധാനം. ആ പടവും ഗാന്ധിമതിയായിരുന്നു വിതരണം ചെയ്തത്. അപ്പോൾ ആ മണിവത്തൂരിൽ 1000 ശിവരാത്രികൾ വിതരണം ഏറ്റെടുത്ത ശേഷം എന്തുകൊണ്ടോ ഗാന്ധിമതി ബാലന് MB ശ്രീനിവാസനെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ ഉൾക്കടലിലൊക്കെ പാട്ടുകൾ കേട്ടിട്ടായിരിക്കാം. അദ്ദേഹത്തിന് MB ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ എഗ്രിമെൻ്റ് വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഫാസിലിനോട് ഗാന്ധിമതി ബാലൻ പറഞ്ഞു, ഫാസിലെ, ഈ പടത്തിലെ മണിവത്തൂരിൽ 1000 ശിവരാത്രികളിൽ MB ശ്രീനിവാസനെ കൊണ്ട് പാട്ടുകൾ ചെയ്യിക്കണം. പാട്ടുകൾ ചെയ്യിക്കണമെന്ന് ഗാന്ധിമതി ബാലൻ പറഞ്ഞു. ഫാസിൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം അന്ന് രാവിലെ ലത്തീഫ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളർ MB ശ്രീനിവാസന് അഡ്വാൻസ് കൊടുക്കാനായിട്ട് മദ്രാസിൽ പോയിരിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് തന്നെ ബാലന് ഉദ്ദേശിക്കുന്നല്ലോ, രണ്ടുപേരും ഒരേ വഴി ചിന്തിച്ചല്ലോ എന്നുള്ള അതിശയമാണ് ഫാസിലിനുണ്ടായത്. നെറ്റിയിൽ പൂവുള്ള എന്ന് പറഞ്ഞാൽ മനോഹരമായ ONV കുറിപ്പ് എഴുതിയ പാട്ട്, നല്ല പാട്ടുകളായിരുന്നു മണിവത്തൂരിലെ 1000 ശിവരാത്രികളിൽ. ഇതൊക്കെ ഒരു എന്താ പറയുക, നല്ല സിനിമയെ സ്നേഹിക്കുന്ന ആളായിരുന്നു ഗാന്ധിമതി ബാലൻ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്. എന്തായാലും എൻ്റെ സൗഹൃദങ്ങളും സുഹൃത്തുക്കളും എന്നെ നിലനിർത്തി എന്ന് പറയുന്ന നിർമ്മാതാവായിരുന്നു ഗാന്ധിമതി ബാലൻ. എൻ്റെ സൗഹൃദങ്ങളും എൻ്റെ സുഹൃത്തുക്കളുമാണ് എന്നെ സിനിമയിൽ പിടിച്ചു നിർത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാർവാടിയുടെ കാശിനായോ അവൻ്റെ കാലെടുത്ത് തോളിൽ വയ്ക്കാനോ ഞാൻ പോയിട്ടേയില്ല. ഒരു മാർവാടിയിൽ നിന്നും 10 പൈസ കടം വാങ്ങിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കുടുംബത്തിൻ്റെ ഒന്നും ഞാൻ തൊട്ടിട്ടില്ല. എൻ്റെ സിനിമ എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു ഷെയറിലും തൊട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ വലിയ നഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നഖക്ഷതങ്ങൾ, നമ്മുടെ നോക്കത്താ ദുരത്ത് കണ്ണുനട്ട് ഫാസിലിൻ്റെ, റാംജി റാവു സ്പീക്കിംഗ്, ഈ 3 സിനിമകളും വിതരണം ചെയ്യേണ്ടിയിരുന്നത് ഗാന്ധിമതിയായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഈ 3 പടവും അദ്ദേഹത്തിന് കൈയൊഴിയേണ്ടി വന്നു. അപ്പോൾ അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന് പറഞ്ഞ് പ്രിയദർശൻ ചെയ്തൊരു പടമുണ്ട്, ഹലോ മൈ ഡിയർ റോങ് നമ്പർ. മോഹൻലാലും ശ്രീനിവാസനും ആനന്ദ് എന്ന് പറഞ്ഞ നിർമ്മാതാവും പ്രിയദർശനും മണിയമ്പിള്ള രാജു അവർ 5 പേരും കൂടി ചേർന്ന് നിർമ്മിച്ച തൃപ്തി ഫിലിംസ് എന്നുള്ള ബാനറിൽ നിർമ്മിച്ച സിനിമയായിരുന്നു ഈ പറഞ്ഞ ഹലോ മൈ ഡിയർ റോങ് നമ്പർ. ഓണത്തിന് റിലീസ് ചെയ്യണം, കാരണം മോഹൻലാലിൻ്റെ ഒരു പടവും ഓണത്തിനില്ല. ഈ പടം ഓണത്തിന് നമുക്ക് റിലീസ് ചെയ്യണമെന്ന് തീരുമാനിച്ചാണ് വിതരണം ഗാന്ധിമതിക്ക് കൊടുത്തത്. അപ്പോഴാണ് എന്താ പറയുക, ഹരിഹരൻ മദ്രാസിൽ നിന്ന് വിളിക്കുന്നു, ഹരസാർ വിളിക്കുന്നു, ബാല, MD ഞാനും ചേർന്നൊരു പടം ചെയ്യുന്നു, പുതിയ പിള്ളേരാണ് ഇതിൽ അഭിനയിക്കുന്നത്, ബോംബെ രവിയാണ് സംഗീതം, ONV കുറിപ്പാണ് എഴുതുന്നത് പാട്ടുകൾ, ബാലിനിത് റിലീസ് ചെയ്യാൻ പറ്റുമോ? പിന്നെന്ത്, ഞാൻ റിലീസ് ചെയ്യാം ഹരൻ സാർ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു പ്രശ്നം ബാല, പടം നമുക്ക് ഓണത്തിന് റിലീസ് ചെയ്യണം. പറഞ്ഞു, അയ്യോ ഓണത്തിന് നടക്കില്ല കേട്ടോ. അതെന്ത്? ഓണത്തിന് ഞങ്ങൾ ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടി തിയേറ്ററുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് മോഹൻലാലിനെയും മണിയമ്പിള്ള രാജുവിനെയൊക്കെ വിളിച്ച് ഗാന്ധിമതി ബാലൻ ചോദിച്ചു, നമുക്ക് ഓണത്തിന് തന്നെ റിലീസ് ചെയ്യണോ? ഓണത്തിന് മുമ്പോ ഓണത്തിന് ശേഷമോ? അത് പറ്റില്ല, ഓണത്തിന് മോഹൻലാലിന് ഒറ്റ ഓണപ്പടമേ ഉള്ളൂ, അതിതാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മൾ 5 പേര് ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പടം ഓണപ്പടമാറ്റി തന്നെ വരണം. തിരിച്ച് ഹരിഹരനെ വിളിച്ചു, ഹരസാറേ, നമുക്ക് ഈ പറയുന്ന താങ്കൾ ചെയ്യുന്ന പടം ഓണത്തിന് മുമ്പോ ഓണത്തിന് ശേഷമോ റിലീസ് ചെയ്താൽ പോരെ? ഇല്ല, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതെന്താ എന്താ എന്താ പ്രശ്നം എന്ന് കേട്ടു. അപ്പോൾ ഹരസാർ അപ്പോഴാണ് ഒരു രഹസ്യം പറയുന്നത്. എന്നെന്നും കട്ടേട്ടൻ എന്ന് പറഞ്ഞാൽ ഫാസിലിൻ്റെ ഒരു പടം വരുന്നുണ്ട്, അതൊരു ലവ് സ്റ്റോറിയാണ്. ഞങ്ങൾ ചെയ്യുന്ന നഖക്ഷതങ്ങൾ എന്ന് പറഞ്ഞ പടവും പുതിയ മുഖങ്ങളെ വെച്ചുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ,
ഒരു ലവ് സ്റ്റോറി വന്ന് നന്നായി പോവുകയാണെങ്കിൽ അടുത്ത ലവ് സ്റ്റോറി നന്നായിട്ട് ഓടാം. പക്ഷേ ആദ്യം വരുന്ന ലവ് സ്റ്റോറി പൊളിഞ്ഞു പോയാൽ രണ്ടാമത് വരുന്ന ലവ് സ്റ്റോറി ഏക്കില്ല. അല്ലെങ്കിൽ ഈ രണ്ട് പടവും ഒന്നിച്ച് റിലീസ് ചെയ്യണം. അപ്പോൾ കണ്ണേട്ടനും നക്ഷത്രങ്ങളും ഒന്നിച്ച് റിലീസ് ചെയ്താൽ അതിലേതെങ്കിലും ഒന്ന് മോശമാണെങ്കിൽ മറ്റേതിനും ദോഷം വരില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ. പറഞ്ഞാൽ എനിക്ക് നടക്കില്ല. കാരണം ഞാൻ ഇങ്ങനെ തൃപ്തി ഫിലിംസിൻ്റെ ബാനറിൽ ഈ 5 പേര് എൻ്റെ 5 സുഹൃത്തുക്കൾ ചേർന്നെടുക്കുന്ന സിനിമയായിട്ട് എനിക്ക് മാറ്റി പറയാൻ പറ്റില്ല. അങ്ങനെയാണ് MT വാസുദേവൻ നായരും ഹരിഹരനും ചേർന്ന് ചെയ്ത എന്താ പറയുക ആ സിനിമ, ഓണ സിനിമ ഗാന്ധിമതിക്ക് കിട്ടാതെ പോയത്. നഗക്ഷതം വാരിയ പണം എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മൂന്നാം പക്കം അതുപോലെ തന്നെ മൂന്നാം പക്കം എന്ന് പറഞ്ഞ സിനിമ KRG ആണ് നിർമ്മിക്കേണ്ടിയിരുന്നത്. മദ്രാസിലെ തമിഴിലെ വലിയ ബാനറല്ലേ. KRG നിർമ്മിക്കാമെന്ന് പറഞ്ഞ് പത്മരാജൻ മദ്രാസിൽ ചെന്ന് KRGക്ക് സ്ക്രിപ്റ്റ് വായിച്ചു കൊടുത്തു. വായിച്ചു കേട്ട KRG പറഞ്ഞു, ഇങ്ങനെ ഒരു പടം എടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവർ തനിക്ക് കച്ചവട പടം എടുക്കുന്ന ആളുകളല്ലേ. അത് പത്മരാജ സാറിന് ഭയങ്കരമായി എന്താ പറയുക നൊന്തു. ഒരു നിർമ്മാതാവ് കഥ കേട്ടിട്ട് പറയാൻ ഇതെടുക്കാൻ ഒക്കില്ല. അപ്പോൾ ഗാന്ധിമതി ബാലനും മദ്രാസിലുണ്ട്. പത്മരാജൻ ഗാന്ധിമതി ബാലനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാല എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഒന്ന് വാ എന്ന് പറഞ്ഞു. അങ്ങനെ പത്മരാജൻ സാർ താമസിക്കുന്ന ഹോട്ടലിൽ ഗാന്ധിമതി ബാലൻ ചെന്നു. കാര്യം വിളിച്ചെന്താണെന്നുള്ള കാര്യം പത്മരാജൻ സാർ പറഞ്ഞു. രണ്ടുപേരും മോശമല്ലാതെ രണ്ടുപേരും മദ്യപിച്ചു, ആഹാരവും കഴിച്ച് പിരിഞ്ഞു. പിരിയാൻ നേരത്ത് ഗാന്ധിമതി ബാലൻ പറഞ്ഞു, ഞാൻ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇവിടെ വരും, ആ സമയത്ത് നമുക്ക് ഒരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഗാന്ധിമതി ബാലൻ പത്മരാജൻ്റെ റൂമിൽ ചെന്നു. പ്രഭാത ഭക്ഷണമൊക്കെ വരുത്തി രണ്ടുപേരും കഴിച്ചു. കഴിച്ച ശേഷം പറഞ്ഞു, ഇപ്പോൾ എന്താ പ്രശ്നം ബാലേട്ടാ, അല്ല പാപ്പേട്ടാ, KRG ആ പടം വേണ്ടാന്ന് വെച്ചു അല്ലേ, ആ സ്ക്രിപ്റ്റിങ് തന്നേന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് വാങ്ങി അവിടെ ഇരുന്ന് ഒരേ ഇരിപ്പിൽ ഗാന്ധിമതി ബാലൻ വായിച്ചു മൂന്നാം പക്കം. ഇപ്പോഴും മൂന്നാം പക്കം എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റുള്ള ക്യാരക്ടറിലൊക്കെ വിട്ടാലും കവല എന്ന് പറഞ്ഞ ജഗദീഷ് കുമാർ ചെയ്തൊരു വേഷമുണ്ട്. ഇന്ദ്രൻസിൻ്റെ അസിസ്റ്റൻ്റായിരുന്നൊരു പയ്യൻ വഴിയിൽ നിന്നുകൊണ്ട് സാധനങ്ങളൊക്കെ കയറ്റി പോകുന്ന ഒരു ലോറിയുടെ പുറകിൽ ഇങ്ങനെ ഫാനിലൊക്കെ പിടിച്ച് ജഗതി നിൽപ്പുണ്ട്. അപ്പോൾ കവലെ എന്ന് വിളിക്കും. ആദ്യത്തെ കവല എന്ന് വിളിക്കുമ്പോൾ പോടാന്നുകൊണ്ട് മിണ്ടാതിരിക്കും. രണ്ടാമത് വീണ്ടും വിളിക്കുമ്പോൾ മുണ്ടുപൊക്കി കാണിക്കുന്ന ഒരു സീനുണ്ട്. മനോഹരമായി ജഗതി ചെയ്ത പടമായിരുന്നു മൂന്നാം പക്കം. അതുപോലെ തന്നെ തിലകൻ ചേട്ടൻ്റെ വേഷം. തിലകൻ ചേട്ടൻ ഹോട്ടൽ നിരഞ്ജിൽ താമസിച്ചിട്ട് ഈ അപ്പൂപ്പനായിട്ട് മുത്തശ്ശനായിട്ട് കഷണ്ടിയൊക്കെ മുടിയൊക്കെ വടിച്ച് കളഞ്ഞ് കഷണ്ടിയൊക്കെ വെച്ച് വലിയ മീശയൊക്കെ വെച്ച് വാക്കി സ്റ്റിക്കോ ഒക്കെ നടക്കുന്ന വയസ്സായ ആളാണല്ലോ. അദ്ദേഹം രാവിലെ എണീറ്റ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിരഞ്ജൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി റോഡിൽ നടന്നു പോകും. ആർക്കും പിടികിട്ടില്ല ഇത് തിലകനാണ് പോകുന്നത്. അങ്ങനെയൊക്കെ ചെയ്തൊരു പടമായിരുന്നു. അങ്ങനെ പത്മരാജൻ്റെ വിഷമം അവസാനിപ്പിച്ചു. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അദ്ദേഹം മൂന്നാം പക്കം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്പർത്തിപ്പൂവിൽ ശബാന ആസ്മിയെയാണ് നായികയാക്കാൻ ഫിക്സ് ചെയ്തിരുന്നത്. അങ്ങനെ ശബാന ആസ്മിയെ കാണാനായിട്ട് ഗാന്ധിമതി ബാലനും പത്മരാജനും കൂടി ബോംബെയിൽ ജൂഹുവിൽ ചെന്ന് കഥ പറഞ്ഞു. കഥയെല്ലാം കേട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു, ഇതിൽ നെടുങ്കൻ ഒരുപാട് ഡയലോഗുണ്ട്, നിങ്ങൾ ഈ ഡയലോഗുകളെല്ലാം പാകുതിയാക്കുക, ഡയലോഗ് കുറച്ചാൽ ഞാനിത് ചെയ്യാം എന്ന് പറഞ്ഞു. പത്മരാജൻ അപ്പം തന്നെ തിരക്കഥ മടക്കി. എന്നിട്ട് പറഞ്ഞു, ഡയലോഗ് കുറച്ചൊരു തിരക്കഥ വരുമ്പോൾ ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു സിനിമ ഡയലോഗുകൾ കുറവുള്ളൊരു സിനിമ വരുമ്പോൾ നമുക്ക് സഹകരിക്കാം എന്ന് പറഞ്ഞ് വളരെ സന്തോഷപൂർവ്വം പിരിഞ്ഞു. ആ വേഷമാണ് പിന്നെ മാധവി ചെയ്തത്. മൂന്നാറിലും മാട്ടുപ്പെട്ടിയിലുമായി ചിത്രീകരിച്ച സിനിമയായിരുന്നു നമ്പർത്തിപ്പൂവ്. സാമ്പത്തികമായി പക്ഷേ പടം വിജയിച്ചില്ല. അത്തരം ഒരു സബ്ജക്റ്റ് ചെയ്താൽ വിജയിക്കില്ല എന്ന് ആദ്യമേ പത്മരാജൻ പറഞ്ഞിരുന്നു. ഈ പടത്തെ പോലെ പത്മരാജന് ഗാന്ധിമതി ബാലനെ പിരിയാൻ പറ്റാത്ത ഹൃദയബന്ധമായി മാറി. പത്മരാജൻ്റെ മരണം വരെയും ആ ബന്ധം തുടർന്നു എന്നുള്ളതാണ് സത്യം. നമ്പർത്തിപ്പൂവ് വിജയിക്കാതെ പോയതാണ് പത്മരാജൻ്റെ മനസ്സിലേക്ക് ഗാന്ധിമതി ബാലൻ എന്ന് പറഞ്ഞ സഹോദരൻ ഇടം നേടിയത്. കാരണം ഇത് വിജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് പോലും അത് സാരമില്ല പേട്ടാ, നല്ല സിനിമയില്ലേ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് നല്ല സിനിമയ്ക്ക് വേണ്ടി എന്താ പറയുക ഒരുപാട് കാശ് നശിപ്പിച്ച ഒരു കലാഹൃദയമുള്ള മനുഷ്യനായിരുന്നു ഗാന്ധിമതി ബാലൻ. ഹൃദയപക്ഷത്ത് നിന്ന ഒരു മനുഷ്യനായിരുന്നു. വാക്ക് പറഞ്ഞാൽ വാക്കിന് വിലയുള്ള മനുഷ്യനായിരുന്നു. ഇന്നലെ അദ്ദേഹം BJT ഹാളിൽ ഫ്രീസറിനകത്ത് കിടക്കുന്ന കണ്ടപ്പോൾ, മോർച്ചറി കിടക്കുന്ന കണ്ടപ്പോൾ മുഖം ഒരുപാട് മാറിപ്പോയി. അദ്ദേഹം എപ്പോഴും എന്താ പറയുക നല്ല വിടർന്ന ചിരിയോടെ, നല്ല ബലിഷ്ഠമായ ആകാര സൗഷ്ഠവമുള്ള ശരീരമാണ്, നല്ല ഹൈറ്റും ഒക്കെ ഉള്ള ആളാണ്. എവിടെ വെച്ച് കണ്ടാലും ചന്തുളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷ് ചെയ്തിട്ട് പോകുന്ന ബാലേട്ടൻ കിടക്കുന്നുണ്ടപ്പോൾ സങ്കടം തോന്നി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകുന്നവരെ ഞാനവിടെ നിന്നു. ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ചവരെല്ലാം, ബാലു കിരിയത്തടക്കം ബാലുച്ചേട്ടനടക്കം ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചു. ഒരാൾക്കും ഗാന്ധിമതി ബാലനെക്കുറിച്ച് മോശം പറയാനില്ല.
അതൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഈ എപ്പിസോഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. 66 വയസ്സേ ഉള്ളൂ, ഒരുപാട് കാലം ഇനിയും ജീവിക്കാമായിരുന്നു. പക്ഷേ ക്യാൻസർ എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും മലയാളത്തിൽ എണ്ണം പറയാവുന്ന നല്ല സിനിമകൾ ചെയ്ത KG ജോർജിൻ്റെയും പത്മരാജൻ്റെയും അടക്കം നല്ല സിനിമകൾക്ക് വേണ്ടി നിലകൊണ്ട ഗാന്ധിമതി ഫിലിംസിൻ്റെ ഗാന്ധിമതി ബാലൻ എന്നറിയപ്പെട്ട പ്രിയപ്പെട്ട ബാലേട്ടന് ആത്മാഞ്ജലി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.